വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കായി തെരച്ചിൽ 15ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ചാലിയാർ പുഴയുടെ തീരങ്ങളിലാകും 4 മേഖലകളിലായി തിരിഞ്ഞ് ഇന്ന് തെരച്ചിൽ നടക്കുക. NDRFും അഗ്നിശമന സേനയും SOGയുമാകും ദുഷ്കര മേഖലകളിലെ തെരച്ചിലിന് നേതൃത്വം നൽകുക. ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ 15ാം ദിവസവും വനമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ചൂരൽമലയുടെ മറ്റ് ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ചാലിയാർ പുഴ കേന്ദ്രീകരിച്ചുകൊണ്ടുമായിരിക്കും ഇന്നും നടക്കുക. NDRF സേനാംഗങ്ങൾക്കൊപ്പം അഗ്നിശമന സേനാംഗങ്ങളും പോലീസ് ഉദ്യോഗസ്ഥരും ഈ തെരച്ചിൽ ദൌത്യത്തിന്റെ ഭാഗമാകും. കഴിഞ്ഞ ദിവസം 60 അംഗ സംഘമായിരുന്നു ചാലിയാർ പുഴയുടെ ഓരങ്ങളിൽ മുണ്ടേരി ഫാം മുതൽ പരപ്പൻപാറ വരെയുള്ള ഭാഗങ്ങളിൽ തെരച്ചിൽ നടത്തിയത്. സമാനമായ തരത്തിൽ കാണിയൻപാറ വനമേഖല അടക്കമുള്ള മേഖലകളിലായിരിക്കും ഇന്ന് തെരച്ചിൽ നടക്കുക. ഇപ്പോൾ കണ്ടെത്തുന്ന മൃതദേഹ ഭാഗങ്ങൾ എയർലിഫ്റ്റ് ചെയ്ത് കൽപ്പറ്റയിലെത്തിച്ച് പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റിയതിനു ശേഷം മേൽ നടപടികൾ സ്വീകരിച്ച് പുത്തുമലയിലെ ഹാരിസൺ പ്ലാന്റേഷന്റെ സ്ഥലത്തെത്തിച്ച് സംസ്കരിക്കുന്ന നടപടികളാണ് പുരോഗമിക്കുന്നത്. സ്വാഭാവികമായി ഇത്രയധികം ദിവസങ്ങൾ പിന്നിട്ടുള്ളതിനാൽ മൃതദേഹങ്ങൾ പലതും ജീർണിച്ച് അഴുകിയ അവസ്ഥയിലാണ് കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ അവ നേരിട്ട് സ്ട്രെച്ചറിൽ എടുത്ത് പുറത്തേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഈ വനമേഖലയിൽ മറ്റും തെരച്ചിൽ നടത്തുന്ന ഉദ്യോഗസ്ഥർക്ക് വലിയ വെല്ലുവിളിയായി മാറുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കാലാവസ്ഥ അനുകൂലമാകുന്ന സമയത്ത് ഇത് എയർലിഫ്റ്റ് ചെയ്ത് കൽപ്പറ്റയിലേക്ക് SKMJ സ്കൂൾ ഗ്രൌണ്ടിൽ എത്തിച്ച് അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റുന്ന മേൽ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി കഴിഞ്ഞ ദിവസം നടത്തിയ ജനകീയ തെരച്ചിലടക്കം പ്രധാനപ്പെട്ട മൃതദേഹങ്ങൾ മണ്ണിനടിയിൽ പൊതിഞ്ഞിട്ടുണ്ട് എന്ന് സംശയിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം വ്യാപകമായ തെരച്ചിൽ നടത്തിയിരുന്നു. സ്വാഭാവികമായി ഇനി എത്ര ദിവസം ഇങ്ങനെയൊരു തെരച്ചിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നൊരു വലിയ വെല്ലുവിളിയുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഒക്കെ ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ ദുഷ്കരമായ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ തെരച്ചിൽ മുമ്പോട്ട് തുടരുന്നത് എന്നാണ് റവന്യൂ ഉദ്യോഗസ്ഥരും മന്ത്രിസഭാ ഉപസമിതി അംഗങ്ങളുമടക്കം വ്യക്തമാക്കുന്നത്. എന്തായാലും വ്യാപകമായ ഒരു തെരച്ചിൽ അത് 6 സെക്ടറുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യം നടത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ അത് 5 മേഖലകളിലേക്ക് തിരിച്ച് ആ 5 മേഖലകളിൽ മൃതദേഹ ഭാഗങ്ങൾ ഉണ്ടോ എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനയാണ് കഴിഞ്ഞ ദിവസം നടന്നത്. അതേ പരിശോധന തന്നെ ഇന്നും തുടരുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി സൈന്യത്തിന്റെ കൂടി എല്ലാ ഉദ്യോഗസ്ഥരും അടങ്ങിയിട്ടില്ല. ഭാഗികമായി ഇവിടെ ശേഷിക്കുന്ന ഉദ്യോഗസ്ഥരും ഈ ഒരു ഉദ്യമത്തിൽ ഈ NDRFന്റെയും സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിന്റെയും ഉദ്യോഗസ്ഥർക്കൊപ്പം ഈ വനമേഖലയിലടക്കം സാഹസികമായി ഇറങ്ങി മനുഷ്യർക്ക് നേരിട്ടങ്ങ് നടന്നെത്താൻ പറ്റാത്ത സ്ഥലങ്ങളിൽ എയർലിഫ്റ്റ് ചെയ്ത് അവർ കൂടി എത്തിയാണ് ഈ തെരച്ചിലിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ വയനാട്ടിൽ മഴ ശക്തമാകുമെന്നൊരു മുന്നറിയിപ്പുണ്ട്. അങ്ങനെ ഈ ഒരു പശ്ചാത്തലത്തിൽ എത്ര ദിവസം ഈ ദുഷ്കരമായ ദൌത്യം ഇനി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നൊരു ആശങ്കയും ജില്ലാ ഭരണകൂടത്തിനും റവന്യൂ വകുപ്പിനുമൊക്കെയുണ്ട്. അതാണ് എന്തായാലും 15ാം ദിവസവും ആ തെരച്ചിൽ അങ്ങനെ പുരോഗമിക്കുമ്പോൾ ഇനിയും ആളുകളെ കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ്. നിരവധി ആളുകൾ ക്യാമ്പിൽ പ്രതീക്ഷയോടെ കഴിയുകയാണ്. നിരവധി സ്ഥലങ്ങളിൽ നിന്നും ഇപ്പോഴും സഹായം വയനാട്ടിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. News 18 ക്യാമ്പയിനിലടക്കം എത്ര കോളുകളാണ് വന്നത്. വയനാടിന് കൈത്താങ്ങാകാൻ ഞങ്ങളുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ തുകയാണെങ്കിലും ഞങ്ങളുടെ സഹായം കൂടി വയനാട്ടിലേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞു വിളിച്ച കൂലിപ്പണിക്കാരായ നിരവധി ആളുകൾ അവർ തന്നെയാണ് നമ്മുടെ പ്രതീക്ഷയും. വയനാടിന് കൈത്താങ്ങാകാൻ ഇടുക്കി 16ാം കണ്ടം സ്കൂളിലെ വിദ്യാർത്ഥികളും ക്യാമ്പയിൻ നടത്തി കിട്ടുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും. അധ്യാപകരും PTA ഭാരവാഹികളും വിദ്യാർത്ഥികളുടെ ഉദ്യമത്തിൽ പങ്കാളികളാകും. 16ാം കണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നമ്മളിപ്പോഴുള്ളത്. വയനാട്ടിലെ ദുരിതങ്ങൾക്ക് സഹായവുമായി ഇവിടുത്തെ കുട്ടികളും അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും ഉൾപ്പെടെ ഇവരും തയ്യാറാവുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് ഇതിനു മുമ്പ് അനുഭവമുണ്ട്. ഇവിടെ ഒരു ചെറിയ മലയിടിച്ചിലുണ്ട്. ഈ വാർത്ത വന്നപ്പോൾ മുതൽ കുട്ടികൾ ഒന്നിച്ച് നമുക്കും എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞു. വളരെ സന്തോഷം തോന്നിയ കാര്യമാണ്. കൊച്ചുകുട്ടികളാണ് എന്ന് പറഞ്ഞത്. നമ്മുടെ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിലും കുഞ്ഞുങ്ങളാൽ കഴിയുന്ന അവരുടെ കൊച്ചു നിക്ഷേപങ്ങളും രക്ഷകർത്താക്കളോട് ചോദിക്കുന്ന നിക്ഷേപങ്ങളും അധ്യാപകരുടെ വിഹിതവും രക്ഷിതാക്കളുടെ വിഹിതവും പൂർവ്വ വിദ്യാർത്ഥികളുടെ വിഹിതവും ഒരു തീവ്രയജ്ഞ പരിപാടിയായി സംഘടിപ്പിച്ച് അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനാണ് സ്കൂളിന്റെ തീരുമാനം. നല്ലവരായ എല്ലാവരുടെയും സഹായം നമ്മൾ ആഗ്രഹിക്കുന്നു. കുട്ടികൾ അത് വയനാട്ടിലെ ദുരിതം നേരിട്ട് കണ്ട വിഷമം ഉൾക്കൊണ്ടുകയാണ്. അതൊരു പാഠമായി കുട്ടികൾക്ക് വന്നിരിക്കുകയാണ്. അവരോടൊപ്പം ചേർന്ന് സ്കൂളിന്റെ പ്രിൻസിപ്പൽ എന്ന നിലയിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഈ കാര്യങ്ങൾ ഇവരോടൊപ്പം ചെയ്യാൻ വളരെ സന്തോഷമുണ്ട്. വയനാടിനൊപ്പം സർക്കാരിനൊപ്പം ഞങ്ങളും. വയനാടിന്റെ ദുരിതത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. ഇവിടുന്ന് ഞങ്ങളാൽ കഴിയുന്ന സഹായം ഞങ്ങൾ ചെയ്യുന്നതാണ്. GHS 16ാം കണ്ടം സ്കൂൾ
സഹായം ചെയ്യുന്നതാണ് സ്റ്റുഡൻസ്. വയനാടിനൊപ്പം വയനാടിനൊപ്പം ഉണ്ട്. അധ്യാപകരും കുട്ടികളും എല്ലാവരും JRC ഉണ്ട്. അതോടൊപ്പം എല്ലാ അധ്യാപകരും കുട്ടികളും പൂർവ്വ വിദ്യാർത്ഥികളും നിലവിലുള്ള എല്ലാവരുടെയും സഹായത്തോടു കൂടി വയനാടിന് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ഞങ്ങളും ചെയ്യുന്നതാണ്. നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് 16 കണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇത്തരം ഒരു തീരുമാനത്തിൽ കുട്ടികളോടൊപ്പം ചേർന്ന് നാട്ടുകാരുടെയും PTA-യുടെയും അധ്യാപകരുടെയും മറ്റും എല്ലാ സഹകരണത്തോടു കൂടി ഇവിടെ ഈ ഒരു ചെറിയ മേഖലയിൽ നിന്ന് നേടിയെടുക്കാൻ പറ്റുന്ന സഹായ സഹകരണങ്ങൾ കൂട്ടായി ചേർന്ന് സ്വരൂപിച്ച് ഗവൺമെന്റിന് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഏറെ ദുരന്തങ്ങളുണ്ടായ പെരിയാർ വാലിയും ഉപ്പുതോടുമൊക്കെ ഈ സ്കൂളിന്റെ പരിസര പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ദുരിതത്തിന്റെ കാഴ്ചകൾ നമുക്ക് നേരിട്ട് ഇവിടെ അനുഭവമുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് വയനാടിന് വേണ്ടിയിട്ടുള്ള ഈ സാഹസത്തിൽ പ്രത്യേകിച്ചും ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനകളുമായിട്ട് ഇവരും നമ്മുടെ ഇടുക്കി ജില്ലാ ഭരണകൂടത്തോടൊപ്പം എത്താനായിട്ട് ശ്രമിക്കുന്നത്. ഇടുക്കി 16 കണ്ടത്തിൽ നിന്നും VK സ്റ്റാലിൻ, ന്യൂസ് 18. വയനാടിനെ കൈപിടിച്ചുയർത്താൻ നാടൊന്നിക്കുമ്പോൾ തങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്ത് മാതൃകയാകുകയാണ് ഇടുക്കി പടമുഖം സ്നേഹമന്ദിരം. അന്തേവാസികളും പ്രവർത്തകരും നീക്കിവെച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. പാവങ്ങളുടെ അഭയകേന്ദ്രം പടമുഖം സ്നേഹമന്ദിരത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. സുമനസ്സുകളുടെ സഹായത്താൽ കഴിഞ്ഞ 26 വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു വരുന്ന സ്നേഹമന്ദിരത്തിൽ നിന്നും വയനാടിന് കൈത്താങ്ങാകാനുള്ള ഒരു ശ്രമമാണ് അവരും നടത്തുന്നത്. സ്നേഹമന്ദിരം കുടുംബത്തിലെയും സഹകാരികളുടെയും ഒക്കെ അകമ്പഴിഞ്ഞ സഹായത്താൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എളിയൊരു തുക സംഭാവന ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ് അവരും. അതേ സംബന്ധിച്ചാണ് സ്നേഹമന്ദിരം ഡയറക്ടർ ഡോക്ടർ VC രാജുവിന് നമ്മളോട് പറയാനുള്ളത്. എങ്ങനെയാണ് കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞങ്ങളെ സംബന്ധിച്ച് ഈ ദുരന്ത വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് വേദനയുണ്ട്. വയനാട്ടില് മുണ്ടക്കൈ എന്ന പറഞ്ഞ സ്ഥലത്ത് വെച്ച് ഈ സംഭവം ഉണ്ടായതിൽ ഒരുപാട് വേദനയും വിഷമമുണ്ട്. ഞങ്ങൾ ഒരുപാട് ഈ കാര്യം ഓർത്ത് വിഷമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ഈ അവസ്ഥ കണ്ടപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ തോന്നി ഒരുപാട് 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 സഹായം അവിടെയുള്ള മനുഷ്യർക്ക് വേണം. പക്ഷേ ഞങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത് സ്വമനസ്സുകളുടെ സഹായം കൊണ്ട് മാത്രം കൊണ്ടാണ്. അങ്ങനെ പോകുന്ന ഈ അവസ്ഥയിൽ ഞങ്ങളാൽ കഴിയുന്ന ഒരു നന്മ, അപ്പം ഞാൻ ഈ മക്കളും ഇവിടെയുള്ള ശുശ്രൂഷകരും ഒക്കെ ആയിട്ട് ആലോചിച്ചപ്പം അവർ പറഞ്ഞ കാര്യം ഇതാണ്: നമുക്ക് പപ്പ എന്തെങ്കിലുമൊക്കെ അതിനു വേണ്ടി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ദിവസത്തേക്ക് വേണമെങ്കിൽ നല്ല ഭക്ഷണം വേണമെങ്കിൽ നമുക്ക് കറികളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചാലും കുഴപ്പമില്ല. അങ്ങനെ ഒരു മനസ്സാണ് നമ്മുടെ ഇവിടെയുള്ള മനുഷ്യർ പറഞ്ഞത്. കൂടാതെ ഇവിടെയുള്ള വാളണ്ടിയേഴ്സ് വളരെയധികം തുച്ഛമായ സഹായം മാത്രമേ വാങ്ങുന്നുള്ളൂ. എങ്കിലും അതിൻ്റെ മിച്ച ഒരു ഓഹരി അവരാൽ പറ്റുന്ന പോലെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സമാഹരിച്ച് കിട്ടിക്കഴിയുമ്പോൾ എത്രയും പെട്ടെന്ന് അടുത്ത ദിവസം തന്നെ ബഹുമാനപ്പെട്ട കലക്ടർ വഴി ആ പൈസ കൈമാറുകയും അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ എത്തി ആ പാവപ്പെട്ട മനുഷ്യർക്ക് ഇത് വിധവയുടെ കാണിക്ക പോലെ ഒരു കൊച്ചു കാശാണ് അത്, എങ്കിലും അത് അവർക്ക് ഉപകാരപ്പെടുമാറാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇതുപോലെയുള്ള നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കൈത്താങ്ങായി തീർന്നാൽ മാത്രമേ ഉള്ളൂ അവിടെ ഒറ്റപ്പെട്ടവരും നിരാശയിൽ കഴിയുന്നവർക്കും അവരുടെ വീടുമൊക്കെ നഷ്ടപ്പെട്ടതിൻ്റെ ഒരുപാട് വേദന അവരനുഭവിക്കുന്നു എന്നത് നമുക്ക് TV-യിൽ കാണാൻ കഴിഞ്ഞു. അതൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ആ മനുഷ്യർക്കുണ്ടായ അനുഭവം അല്ലെങ്കിൽ ആ വേദന നമുക്കാണുണ്ടായെങ്കിൽ അത് നമ്മൾ ആ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ നമ്മുടെ അവസ്ഥ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ അവരെ നമുക്ക് പുനരുദ്ധരിപ്പിക്കുവാൻ സാധിക്കുമെന്ന് ഉറച്ച വിശ്വാസം ഉണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ കൊടുക്കുന്ന ഈ കൊച്ചു ദാനധർമ്മം അവർക്ക് അല്ലെങ്കിൽ നന്മ അവരുടെ ജീവിതത്തിൽ ഒരുപാട് നന്മയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമൂഹത്തിന് വലിയൊരു സന്ദേശമാണ് പടമുഖം സ്നേഹമന്ദിരം നൽകുന്നത്. ദുരന്തത്തിൽ വയനാടിന് കൈത്താങ്ങാകുന്നതോടൊപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മൾ ഓരോരുത്തരും സംഭാവനകൾ നൽകേണ്ട ആ ഒരു കാര്യത്തിന്റെ ഗൗരവം കൂടിയാണ് അദ്ദേഹം നമ്മളോട് സൂചിപ്പിച്ചത്. ഇടുക്കി മുരിക്കാശ്ശേരിയിലെ പടമുഖം സ്നേഹമന്ദിരത്തിൽ നിന്നും VK സ്റ്റാലിൻ, ന്യൂസ് 18.
മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ദിവസത്തെ വേതനം നീക്കിവെച്ച് കാസർകോട്ടെ വിളമ്പൽ തൊഴിലാളികളുടെ കൂട്ടായ്മ. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവമായ പാഥേയം കൂട്ടായ്മയാണ് വയനാടിനായി ഒരു ദിവസം മാറ്റിവെച്ചത്. വിവാഹങ്ങളുടെ സദ്യവിളമ്പൽ ജോലികൾ നടത്തിക്കിട്ടുന്ന വേതനമാണ് കാസർകോട്ടെ പാഥേയം കൂട്ടായ്മ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കുന്നത്. കാലിക്കടവിലെ ഗാലക്സി ഓഡിറ്റോറിയത്തിലെ ജോലിയിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ പ്രതിഫലവും വയനാടിന്റെ പുനർനിർമ്മാണത്തിനായി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി നൽകാനാണ് ഇവരുടെ തീരുമാനം. വയനാട് നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും വലിയൊരു ദുരന്തം അനുഭവിച്ചു. നമ്മൾ ഇന്ത്യയിൽ തന്നെ പറയാൻ പറ്റുന്ന ഒരു ദുരന്തം വയനാട്ടിലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ടൈമിലെല്ലാം എല്ലാവരും കൂടി ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത് ഇന്നത്തെ സമ്പാദ്യം, നമ്മൾ ഇന്ന് സമ്പാദ്യം അത് വയനാട്ടിന് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒറ്റക്കൊട്ടോട് കൂടി ഈ ഒരു സമ്പാദ്യം വേണ്ടി കാത്തിരുന്നു. എല്ലാവരും ഞാൻ വളരെയധികം നന്ദി അറിയിക്കുന്നു. ഇതിനോടകം 20 ലക്ഷത്തിലധികം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂട്ടായ്മ നടത്തിയിട്ടുണ്ട്. സ്വയം സന്നദ്ധരായ 100ഓളം അംഗങ്ങളാണ് ഈ വിളമ്പൽ കൂട്ടായ്മയുടെ ശക്തി. സർക്കാർ ജീവനക്കാരും കൂലിത്തൊഴിലാളികളും ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിനായി ഒരുമിച്ച് നിൽക്കുന്നത്. നിശ്ചയിച്ചതിലും കൂടുതൽ പ്രതിഫലം നൽകി വധൂവരന്മാരുടെ കുടുംബങ്ങളും ഇവരുടെ ഉദ്യമത്തിന് ഒപ്പം ചേരാറുണ്ട്. ന്യൂസ് 18 പിലിക്കോട്. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായി ഇന്ന് ഗംഗാവലിപ്പുഴയിൽ തെരച്ചിൽ പുനരാരംഭിക്കും. ട്രക്കിന്റെ സ്ഥാനം കൃത്യമായി കണ്ടെത്താൻ ഗംഗാവലിപ്പുഴയിൽ നാവികസേനയുടെ നേതൃത്വത്തിൽ സോണാർ പരിശോധന ആണ് നടക്കുക. അർജുന്റെ കുടുംബാംഗങ്ങൾ ഷിരൂരിൽ എത്തിയിട്ടുണ്ട്. ഷിരൂരിൽ നിന്നും KV ബൈജു നമുക്കൊപ്പം ചേരുന്നു. ബൈജു, ഗുഡ് മോർണിംഗ്. നമ്മൾ വീണ്ടും ആ തെരച്ചിൽ, അർജുനായുള്ള തെരച്ചിൽ, അവിടെ കാണാതായവർക്കായുള്ള തെരച്ചിൽ പുനരാരംഭിക്കുമ്പോൾ പ്രതീക്ഷ കൈവിടുന്നില്ല ഇപ്പോഴും. എന്താണ് കുടുംബാംഗങ്ങൾ പറയുന്നത്? ഏത് രീതിയിലാണ് തെരച്ചിൽ ഇന്ന് നടത്തുക? തീർച്ചയായും നമ്മൾ വീണ്ടും ആ ദുരന്ത ഭൂമിയിൽ എത്തിയിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളുമായി എന്തായാലും 9 മണിയോടുകൂടി അർജുനായുള്ള തിരച്ചിൽ ആരംഭിക്കും എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. നാവികസേന ആയിരിക്കും തിരച്ചിലിന് നേതൃത്വം നൽകുക. പ്രധാനമായും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇപ്പോൾ ആ കാണുന്ന സ്ഥലത്ത് അവിടെയാണ് ലോറി ഉണ്ട് എന്ന് ഈ റഡാർ പരിശോധനയിൽ ഉൾപ്പെടെ കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ വലിയ തോതിൽ നീരൊഴുക്കുണ്ടായിരുന്ന ഒരു പുഴയാണ് ഗംഗാവലിപ്പുഴ. ഇപ്പോൾ നമുക്ക് കാണാം ഈ കുന്നിടിച്ചിലിലെ അവശിഷ്ടങ്ങൾ, ആ മൺകൂനകളൊക്കെ ഈ പുഴയിൽ ഇത്തരത്തിൽ പതിച്ചിരിക്കുന്നത് കാണാം. ആ സ്ഥലത്ത് തന്നെയാണ് ഈ ലക്ഷ്മണന്റെ ചായക്കടയുടെ ഒരു ഭാഗങ്ങൾ, ഒപ്പം വലിയ ഒരു ആൽമരം, അതോടൊപ്പം തന്നെ ഇതിന് ഒരു ടവർ, ആ ടവറും ഇതേ സ്ഥലത്ത് തന്നെ എന്നാണ് ഈ റഡാർ പരിശോധനയിൽ കണ്ടെത്തിയത്. എന്നാലും നേവി ഇന്ന് പ്രധാനമായും സോണാർ പരിശോധനയിലൂടെ ഈ ലോറി കൃത്യമായി ട്രാക്ക് ചെയ്ത് ഏത് രീതിയിലാണ് ലോറി ഉള്ളതെന്ന് അറിഞ്ഞ് അതിനുശേഷമായിരിക്കും മുങ്ങൽ വിദഗ്ധർ, നേവിയുടെ തന്നെ മുങ്ങൽ വിദഗ്ധർ ഈ പ്രദേശത്ത് കൂടുതൽ തെരച്ചിലേക്ക് കടക്കുക. ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമായി കാണാം, പുഴയിലെ നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ 7 നോട്ട്സ് ആയിരുന്നു ഈ ഗംഗാവലി പുഴയുടെ വേഗതയെങ്കിൽ അതിപ്പോൾ 4 നോട്ട്സിലും താഴേക്ക് കുറഞ്ഞ ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരിശോധന വളരെ വേഗത്തിൽ തന്നെ ആകും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. എന്തായാലും ജിതിൻ, ഈ അർജുന്റെ ബന്ധു ജിതിനും അനുജനും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ലോറി ഉടമ മനാഫും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാം തന്നെ ഈ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഏതായാലും നമ്മളൊപ്പം മനാഫ് ആദ്യം തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താണ് മനാഫ് നിങ്ങളുടെ ഒരു നിഗമനം? ഇപ്പോൾ ഒരു 9:30 മണിയാകുമ്പോഴത്തേക്കും നേവിക്കാരെത്തും, തെരച്ചിൽ തുടരും. ഇന്ന് മിക്കവാറും ഡൈവ് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞത്. അതായത് സോണാർ പരിശോധനയിലൂടെ ഈ ലോറി ട്രാക്ക് ചെയ്യുന്നതാണ് നമുക്കൊരു വിവരം ലഭിച്ചത്, അങ്ങനെയാണോ? അതിന് അല്ല, അത് ഇന്നലെ ചെയ്ത് കഴിഞ്ഞിരിക്കണ്. 2 സ്പോട്ട് ഇവിടെ കണ്ടുപിടിച്ചിരിക്കണ് നേവിക്കാര്. അത് മുന്നേ കണ്ട സ്പോട്ടാണെന്നുള്ളത് അറിയില്ല. അപ്പം ഇന്നെന്തായാലും ഡൈവ് ചെയ്യും. ആകെ ഉള്ളത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ ആളുകളാരും, അതായത് ഈശ്വർ മൽപ്പെ അങ്ങനെയുള്ള ടീമിനൊന്നും ഈ വെള്ളത്തിലേക്ക് ഇറക്കൂല എന്നുള്ളതാണ്. ഇതിപ്പോൾ കണ്ടുപിടിച്ചാൽ തന്നെ വേറൊരു ചെറിയൊരു ടെക്നിക്കൽ പ്രശ്നമുള്ളത്, നമ്മളെ കേരളത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഡ്രഡ്ജർ കൊണ്ടുവരാന്ന് പറഞ്ഞു തൃശ്ശൂരിൽ നിന്ന്. ആ ഡ്രഡ്ജർ ഇല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ ഇവിടെ സാധിക്കില്ല.
എന്തായാലും ഈ ലോറി കണ്ടെത്തുക, അതിനകത്ത് അർജുൻ ഉണ്ടാകും, ആ ഒരു പ്രതീക്ഷ തന്നെയാണോ നമുക്കുള്ളത്? വേറെ എവിടെയും ഒരു ബോഡിയോ മറ്റുള്ള കാര്യങ്ങളോ പുഴയെന്ന് കണ്ടെത്താത്ത സാഹചര്യത്തിൽ എന്തായാലും വണ്ടിന്റെ ഉള്ളിൽ തന്നെ നമ്മളെ ആദ്യം മുതലേ പറയുന്ന ഒരു കാര്യമാണ്, വണ്ടിന്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങായിരുന്നു ആള്. അപ്പോൾ വണ്ടി ഒഴുകിയതിന്റെ കൂട്ടത്തിൽ ആളും ഉള്ളിലുണ്ടാവാനാണ് ചാൻസ്. ഈ മനാഫൊക്കെ കുറെ ദിവസമായിട്ട് ശിരൂരിൽ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എന്താണ് ഇപ്പോൾ ഈ ഭരണകൂടത്തിന്, ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് കുറവാണ്. അതാണല്ലോ ഇപ്പൊ ഇത്ര ദിവസം ഈ തെരച്ചിലൊക്കെ നീണ്ടു പോണത്. കുറച്ചും കൂടി എന്താ പറഞ്ഞു കഴിഞ്ഞാല് മുന്നേ ആവാമായിരുന്നു ഇത് ഈ തെരച്ചില്. ഞങ്ങളെ കയ്യിൽ ഹൈക്കോടതി ഓർഡർ ഉള്ളതാണ്. പിന്നെ നേതാക്കന്മാരെല്ലാരും തെരച്ചിൽ തുടരണം തന്നെ പറയണത്. ഇവിടെ ഒഴുക്ക് സാറിപ്പോ കണ്ടല്ലോ, വെള്ളത്തിന് ഒഴുക്കില്ല, അത് കാറ്റിന്റെ ഒരു ചെറിയ ഇത് മാത്രമേ ഉള്ളൂ. ഒഴുക്ക് എന്ന് പറയാനില്ല. പിന്നെ മൺതിട്ടകൾ കൂടി വെള്ളം അത്രയും കുറഞ്ഞു പോയിക്കുന്നു. ഇനി എന്താ പറയാ, പ്രൊഫഷണൽ ആയിട്ടുള്ള ഡൈവേഴ്സ് അതേമാതിരി തന്നെ എക്യുപ്മെന്റ്സ് ഉണ്ടെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് ഇത് കണ്ടെത്താൻ കഴിയും. ആകെ ചെറിയ ഏരിയ ആണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. ഈ ഏരിയയിൽ ഇത് കണ്ടെത്താൻ കഴിയില്ലെന്ന് അത്ഭുതം തന്നെയാണ്. വളരെ ചെറിയ ഏരിയ ആണ് പോയത്. നമുക്ക് അതുപോലെ തന്നെ മനാഫ്, ഈ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഈ തെരച്ചിലിന് ഏതൊക്കെ രീതിയിൽ, പ്രധാനമായും ഇവിടുത്തെ ജില്ലാ ഭരണകൂടമൊക്കെ പറഞ്ഞത് ഡ്രഡ്ജർ ഉൾപ്പെടെയുള്ള ഇവിടെ എത്തിക്കണമെന്നാണ്. ഏതൊക്കെ രീതിയിൽ ഇടപെടലായിരിക്കും ഇനി നമുക്ക് വേണ്ടത്? ഇപ്പം കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു മുൻകൈ എടുത്തിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഈ ഡ്രഡ്ജർ എന്ന് പറഞ്ഞ സാധനം. ഇത് ഇവിടെ കർണാടകന്റെ ഭാഗത്ത് ഇതില്ല എന്നാണ് പറയുന്നത് കളക്ടർ. നമ്മൾ കേരളം ഇത് അനുവദിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടി ഈ തെരച്ചിലിൽ അവർ ഉൾപ്പെടുത്താൻ തയ്യാറാണ്. എത്രയും പെട്ടെന്ന് ആ ഡ്രഡ്ജർ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പണികൾ ഒന്നും കൂടി സ്പീഡാവും. ഓക്കെ, അതാണ് മനാഫ് പറയുന്നത്. കാരണം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ തിരച്ചിലിന് വലിയ സഹായം വേണ്ടിവരും. പ്രധാനമായും ഡ്രഡ്ജർ, അത് മണ്ണൂത്തി സർവകലാശാലയിലുള്ളതാണ്, അത് ഇവിടെ എത്തിക്കണമെന്ന ഒരു ആവശ്യവും ഇവർ പറയുന്നുണ്ട്. എന്തായാലും ജിതിൻ ഉൾപ്പെടെ നമ്മോടൊപ്പം അല്പസമയത്തിനകം തന്നെ ചേരും. ജിതിൻ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസമാണ് ജിതിൻ ഇത്തരത്തിൽ ന്യൂസ് 8നോട് വെളിപ്പെടുത്തിയത്. ഈ തിരച്ചിൽ പുനരാരംഭിച്ചില്ലെങ്കിൽ കുടുംബം ഉൾപ്പെടെ, അതായത് അർജുന്റെ ഭാര്യയും അമ്മയും ഒക്കെ അടക്കുന്ന കുടുംബം ഉൾപ്പെടെ ഈ ശിരൂരിൽ എത്തും എന്ന തരത്തിൽ ഒരു കാര്യം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ തെരച്ചിൽ വളരെ വേഗത്തിൽ ഇപ്പോൾ തുടരാൻ തന്നെയാണ് ഇപ്പോൾ കർണാടക സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് 9 മണിയോടുകൂടി ഇത്തരത്തിൽ നാവികസേന അംഗങ്ങൾ ഇവിടെ എത്തും. കാർവാറിൽ നിന്നാണ് അവർ എത്തേണ്ടത്. അവർ എത്തിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ ലോറി ട്രാക്ക് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കായിരിക്കും പോവുക. അതിനുശേഷമായിരിക്കും മുങ്ങൽ വിദഗ്ധർ, അത് മനാഫ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ മുങ്ങൽ വിദഗ്ധർ ഈ മേഖലയിൽ എത്തി പരിശോധന നടത്തും എന്നാണ് പറഞ്ഞത്. വളരെ വേഗത്തിൽ തന്നെ ഈ പരിശോധന ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ട്. എന്തായാലും ജിതിൻ ഇപ്പോൾ നമ്മോടൊപ്പം ഏതായാലും ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ചേരും. ഈ നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാം, നേരത്തെ മണ്ണിടിച്ചിലുണ്ടായ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ ഇതൊക്കെ ഈ കാണുന്നത്. നേരത്തെ ഈ പുഴയിൽ നീരൊഴുക്കിൽ ഇത് കാണാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്രത്തോളം വെള്ളം ഇവിടെ കുറഞ്ഞ ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ലോറിയിലേക്ക് എത്താൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ലോറിയുടെ ക്യാബിനകത്ത് അർജുനുണ്ടോ? അതാണ് ഏറ്റവും പ്രധാനമായി ഉയർന്ന ചോദ്യം. അതാണ് ഇനി കണ്ടെത്തേണ്ടത്. അതല്ല, ഈ സമീപത്ത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഈ മൺകൂനയിലോ മറ്റോ ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ അപകടപ്പെടുന്ന സാഹചര്യം ഉണ്ടോ എന്നതും. ഏതായാലും ജിതിൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ജിതിൻ ഇന്ന് രാവിലെയാണ് ഇവിടെ എത്തിയത്. ജിതിൻ, എന്താണ് നമുക്ക് ഇപ്പോൾ ഇതിലൊരു പ്രതീക്ഷയുള്ളത്? എല്ലാവർക്കും കാണുന്നത് പോലെ തന്നെ വെള്ളത്തിന്റെ ഒഴുക്ക് ക്രമാതീതമായിട്ട് കുറഞ്ഞിട്ട്, ഒഴുക്ക് ഇല്ല എന്ന രീതിയിൽ തന്നെ പറയാം. കാരണം നിങ്ങൾക്ക് റിവേഴ്സ് ഒഴുകുന്ന രീതിയിലുള്ള ഒരു ഫീലിംഗ് ആണ് തോന്നുന്നത്. നദിയിലെ ജലനിരപ്പ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. മൺകൂമ്പാരങ്ങൾ പുതുതായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് റൈറ്റ് ടൈമാണ്. ഇത് ഏറ്റവും അനുയോജ്യമായ സമയം തന്നെയാണ് തിരച്ചിൽ പുനരാരംഭിക്കാനുള്ള. തീർച്ചയായിട്ടും അധികാരികൾ ഇത് മനസ്സിലാക്കുകയും തിരച്ചിൽ ശക്തിയായിട്ട് പുനരാരംഭിക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. നമുക്ക് ഈ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഏതൊക്കെ രീതിയിലുള്ള സഹായമാണ് ഇപ്പോൾ വേണ്ടത്? ആ ഡ്രഡ്ജർ കൊണ്ടുവരുന്നതിൽ ഒരു സാങ്കേതികത്വം ഇപ്പം ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. അത് ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്തിട്ട് ഇവരെ അറിയിക്കുകയാണെങ്കിൽ
കാരണം അന്ന് പറഞ്ഞത് ഇത് ഫോർനോട്ടിൽ ഇറക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഫോർനോട്ടിലും കുറഞ്ഞ സ്ഥിതിക്ക് ആ മിഷൻ ഇവിടെ ഉപകാരപ്പെടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇതിനിപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഈ ലോറി ട്രാക്ക് ചെയ്തിട്ടുണ്ട്. ലോറിക്കകത്ത് തന്നെ അർജുൻ ഉണ്ടാവും, ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ആ ഒരു പ്രതീക്ഷ ശുഭാപ്തി വിശ്വാസം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം അത് നമ്മുടെ ഒരു പ്രതീക്ഷയാണത്. ആ പ്രതീക്ഷയ്ക്ക് ഇതുവരെ ഒരു മങ്ങൽ ഏറ്റിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ അടുത്ത ഓപ്ഷൻ നമ്മൾ പറഞ്ഞ ഈ കൂമ്പാരങ്ങൾ തന്നെയാണ് ഉള്ളത്. ഇനി ഇപ്പോൾ ഇവിടുത്തെ ജില്ലാ ഭരണകൂടം ഏതെങ്കിലും തരത്തിൽ ബന്ധുക്കളുമായി സംസാരിച്ചിട്ടുണ്ടോ? ഏതൊക്കെ രീതിയിലാണ് ഇന്ന് തെരച്ചിൽ? ആ രീതിയിൽ എന്തെങ്കിലും നമുക്ക് അറിയിച്ചിട്ടുണ്ടോ? ഇല്ല അറിയിച്ചിട്ട് നമുക്ക് നിലവിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുമായി ബന്ധപ്പെട്ടിട്ടില്ല. ഇല്ല. ഇപ്പൊ നമ്മൾ പ്രധാനമായ ആവശ്യം ഉന്നയിക്കുന്നത് ഈ നമ്മൾ നേരത്തെ കണ്ടെത്തിയ ആ സ്ഥലം അവിടെ തെരച്ചിൽ നടത്തണം എന്നല്ലേ? അതെ. അവര് അന്ന് മേജർ ഇന്ദ്രബാലൻ സാറും സംഘവും നടത്തിയ റിപ്പോർട്ട് പ്രകാരം തന്നെയായിരിക്കും അവർ തിരച്ചിൽ പുനരാരംഭിക്കുക എന്നാണ് ഞാൻ കരുതുന്നത്. അതാണ് ജിതിൻ ഇന്ന് രാവിലെയാണ് ഇവിടെ എത്തിയത്. ജിതിനൊപ്പം അർജുന്റെ സഹോദരനും ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ പ്രതീക്ഷ, അവസാന പ്രതീക്ഷ എന്ന് നമുക്ക് ഒരുപക്ഷെ പറയാം. ഇനി വൈകുകയാണെങ്കിൽ അത് ഏത് രീതിയിലായിരിക്കും കാലാവസ്ഥ അനുകൂലമാവുക, അതൊക്കെ വലിയ ഘടകം തന്നെയാണ്. അതുകൊണ്ട് ഈ തിരച്ചിൽ വളരെ വേഗത്തിലാക്കണം, അതിനായുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഇവിടെ എത്തിക്കണം എന്ന ഒരു ആവശ്യം തന്നെയാണ് ബന്ധുക്കൾ ഉൾപ്പെടെ പറയുന്നതും. അതാണ് ബൈജു, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ്. ഇന്ന് എപ്പോഴും ഈ തെരച്ചിലിനായി ഇറങ്ങുമ്പോൾ ഈ നദിയുടെ ഗതി മാറുന്ന ഒരവസ്ഥ നമ്മൾ കാണുന്ന പോലെയല്ല. അടിയൊഴുക്ക് വലിയ രീതിയിൽ എപ്പോഴും തെരച്ചിലിനെ ബാധിച്ചിട്ടുണ്ട്. ഇന്ന് അങ്ങനെ ഉണ്ടാകില്ല എന്ന് നമുക്ക് തീർച്ചപ്പെടുത്തി പറയാമെന്നാണ് ബൈജുവിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒപ്പം നേരത്തെ മനാഫ് സൂചിപ്പിച്ചതുപോലെ ഇന്നിപ്പോൾ സൈന്യത്തിന്റെ രീതിയിലുള്ള തെരച്ചിൽ, നേവിയുടെ തെരച്ചിൽ നടക്കുമെന്ന് പറയുമ്പോഴും ഈ നാട്ടുകാരുടെ അല്ലെങ്കിൽ പ്രദേശവാസികളുടെ കൂടി ഒരു സാമീപ്യം അല്ലെങ്കിൽ തെരച്ചിലൊരു സഹായം അവർ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അതില്ല എന്നുള്ളത് അവർക്കൊരു സങ്കടമുണ്ടാക്കുന്ന കാര്യം കൂടിയാണല്ലേ. പ്രത്യേകിച്ച് ഈശ്വർ മാൽപ്പയെ പോലെയുള്ള ആളുകൾ ആ സംഘത്തിൽ ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായും ഈശ്വർ മൽപ്പയുടെ സേവനം അത് എടുത്തു പറയേണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈശ്വർ മൽപ്പ ഇവിടെ എത്തിയിരുന്നു. പക്ഷേ ഈ ഒഴുക്ക് കൂടുതലായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ അനുമതി ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും നിലവിൽ ഇപ്പോൾ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരാണ് ഇവിടെ എത്തുക, അവരാണ് പരിശോധന നടത്തുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷെ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്നുകൂടി പോകാം. ആ നേരത്തെ നമ്മൾ കണ്ട മല ഇടിച്ചലിന്റെ ആ ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണുന്നത്. അവിടെ ആ ടവറൊക്കെ അവിടെ കാണാം. മാത്രമല്ല നമുക്ക് ഈ കരയിലെ ഒരു ദൃശ്യം കൂടി കാണേണ്ടതുണ്ട്. നേരത്തെ ലക്ഷ്മണൻ എന്ന് പറയുന്ന ലോറിക്കാരുടെ പ്രിയപ്പെട്ട ലക്ഷ്മണൻ, അദ്ദേഹത്തിന്റെ കടയുണ്ടായിരുന്ന ഒരു സ്ഥലം, അതൊക്കെ വെറും ഒരു നിരപ്പായ സ്ഥലമായി മാറിയിരിക്കുന്നു. അവിടെ എന്തെങ്കിലും ഒരു വസ്തുക്കൾ ഉള്ളതായി ഒരു സൂചന പോലും ഇല്ലാത്ത രീതിയിൽ അവിടെയാണ് 8 പേരുടെ മൃതദേഹം ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഇനി അർജുൻ മാത്രമല്ല, അതിനൊപ്പം കന്നഡികരായ 2 പേർ കൂടിയുണ്ട്, ലോകേഷും ജഗന്നാഥും. അവരെയും കണ്ടെത്തേണ്ടതുണ്ട്. അതിനായുള്ള തിരച്ചിൽ കൂടിയാണ് നടത്തേണ്ടത്. എന്തായാലും ഹൈക്കോടതി കഴിഞ്ഞ ആഴ്ച ഈ കേസ് പരിഗണിച്ചപ്പോൾ വളരെ ശക്തമായി തന്നെ ഈ തെരച്ചിൽ പുനരാരംഭിക്കണമെന്നും 3 പേരെ, അതായത് കാണാതായ 3 പേരെയും കണ്ടെത്താനുള്ള ഈ നടപടി ഏതൊക്കെ രീതിയിലാണ് ഇതൊക്കെ തെരച്ചിലിന്റെ പുരോഗതി എന്നൊക്കെ അറിയിക്കണമെന്നും ഒക്കെ ഹൈക്കോടതി പറഞ്ഞിരുന്നു. ഇന്നലെ ഈ കേസ് 68ാമത്തെ കേസായാണ് ഇത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സമയം വൈകിയതുകൊണ്ട് ഈ കേസ് ഇന്നലെ പരിഗണിച്ചില്ല. അത് ഇനി ഏത് ദിവസത്തേക്ക് മാറ്റിവെച്ചെന്ന കാര്യം നമുക്ക് ഇന്നേ അറിയാൻ പറ്റുമോ? എന്തായാലും ഹൈക്കോടതിയുടെ നിരീക്ഷണം ഈ കാര്യത്തിൽ ഉണ്ട് എന്ന കാര്യത്തിൽ ഉറപ്പാണ്. ഏതായാലും വളരെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഈ തെരച്ചിലായി ഇപ്പോൾ കർണാടക സർക്കാർ രംഗത്തിറങ്ങുന്നത്. ഏതായാലും ഇന്ന് ഈ സോണാർ ഉപയോഗിച്ച് ലോറി കൃത്യമായി ഏത് നിലയിലാണ് ലോറി ഉള്ളതെന്നൊക്കെ വിവരങ്ങൾ ഇന്ന് ലഭിക്കും. അതിനുശേഷം നാളെ ആയിരിക്കും ഊർജിതമായ ഒരു തെരച്ചിൽ ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ലോറി കരയിലേക്ക് എടുക്കുക, ലോറിയുടെ ക്യാബിനകത്ത് അർജുൻ ഉണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനം. അത് തന്നെയാണ് ഈ രക്ഷാ ദൌത്യ സംഘങ്ങൾ മുൻകൈ കൊടുക്കുന്നതും. എന്തായാലും ഈശ്വർ മൽപ്പ അതാണ് അർജുനായുള്ള തെരച്ചിൽ ഗംഗാവലിപ്പുഴയിൽ ഇന്ന് പുനരാരംഭിക്കുമ്പോൾ നാവികസേന അങ്ങോട്ടേക്ക് എത്തുമ്പോൾ പ്രതീക്ഷ കൈവിടുന്നില്ല കുടുംബം എന്നുള്ളതാണ്. ആ ട്രക്കിനകത്ത് തന്നെ അർജുൻ ഉണ്ടാകും
എന്ന പ്രതീക്ഷ അവർ വെക്കുന്നു. കാരണം നേരത്തെ മനാഫൊക്കെ പറഞ്ഞതുപോലെ ഏതെങ്കിലും രീതിയിൽ അർജുൻ അവിടെ നിന്നും ഒഴുകിപ്പോയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും പ്രദേശവാസികൾക്കടക്കം നേരത്തെ തന്നെ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരുന്നു. ഇത്തരത്തിൽ ഏതെങ്കിലും മൃതദേഹം കിട്ടുകയാണെങ്കിൽ അറിയിക്കണം, അധികൃതരെ അറിയിക്കണം എന്ന രീതിയിൽ. ഒരിടത്തും മൃതദേഹം കണ്ടെത്താനായിട്ടില്ല, അർജുനെ കണ്ടെത്താനായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ട്രക്കിനകത്ത് തന്നെ അർജുൻ ഉണ്ടാകാം എന്ന പ്രതീക്ഷയിലാണ് ഇന്ന് തെരച്ചിൽ അവിടെ നടക്കുന്നത്. ബൈജു തുടരുന്നുണ്ട്. ബൈജുവിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ മൺകൂന എത്രയോ ദിവസം നമ്മൾ തെരച്ചിൽ നടത്തുകയും മലയാളം മാധ്യമങ്ങളടക്കം അവിടെ എത്തി ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രേക്ഷകരിലേക്ക് ഈ ദൃശ്യങ്ങളൊക്കെ എത്തിച്ചതുമാണ്. ഒരു സമയത്ത് ട്രക്കിനടുത്തേക്ക് വരെ എത്താൻ ആകുന്ന സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിയെങ്കിലും ഈ ഗംഗാവലിപ്പുഴയുടെ ഒരു സ്വഭാവം അത് എപ്പോഴും ഒരുപോലെയല്ല എന്നുള്ളതാണ്. നമ്മൾ ഈ കാണുന്ന രീതിയിലുള്ള ഒഴുക്കല്ല, അതിൻ്റെ അടിയൊഴുക്ക് അത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ പല സാങ്കേതിക പദങ്ങളും പഠിച്ചത് തന്നെ, ഒഴുക്കിൻ്റെയൊക്കെ സാങ്കേതിക പദങ്ങൾ, അതിൻ്റെ വേഗത, തീവ്രതയൊക്കെ പഠിച്ചത് തന്നെ ഒരുപക്ഷെ ഈ ഷിരൂരിൽ അർജുനെ കാണാതായത് മുതലായിരിക്കും. മലയാളി അത്രത്തോളം അടുത്ത് നിന്ന് ഒരു രക്ഷാപ്രവർത്തനം അറിയാൻ താല്പര്യം കാണിച്ചൊരു രക്ഷാപ്രവർത്തനമായിരുന്നു ഷിരൂരിൽ നടന്നത്. ബൈജു, ഈ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന നദിക്കടിയിൽ രൂപപ്പെട്ടിരിക്കുന്ന ഈ മൺതിട്ട, അത് അവിടെ തെരച്ചിൽ നേരത്തെ നടത്തിയ പ്രദേശമാണല്ലോ. അപ്പം ഇന്നിപ്പോൾ 2 സ്ഥലങ്ങളാണ് ഏറ്റവും പ്രധാനമായും കേന്ദ്രീകരിക്കുന്നതെന്ന് നേരത്തെ മനാഫ് പറയുകയും ചെയ്തു. നമ്മൾ ഈ കാണുന്ന പ്രദേശം തന്നെയാണോ അത്? ഈ ഇപ്പോൾ നമ്മൾ ക്യാമറയിൽ പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്ത് തന്നെയാണോ നദിയിൽ തെരച്ചിൽ നടത്തുക? തീർച്ചയായും മേജർ റിട്ടയർഡ് ഇന്ദ്രപാൽ അദ്ദേഹം റഡാർ പരിശോധനയോടെ കണ്ടെത്തിയ ആ സ്ഥലമാണ് ഈ കാണുന്നത്, ദൃശ്യങ്ങളിൽ കാണുന്നത്. അവിടെ മാർക്ക് 4 എന്ന സ്ഥലത്താണ് ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. ആ ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ പരിശോധന നടത്താൻ തന്നെയാണ് തീരുമാനം. അതിന് സമീപത്തായി വലിയ തോതിലുള്ള ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ലക്ഷ്മണൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഈ മണ്ണിടിച്ചിൽ മരണപ്പെട്ട അദ്ദേഹത്തിന്റെ കടയുടെ അവശിഷ്ട ഭാഗങ്ങളൊക്കെ അവിടെയുണ്ട്. അതുകൂടാതെ വലിയ ഒരു ആൽമരം ഉണ്ടായിരുന്നു അവിടെ. ആ മരവും ഇതേ സ്ഥലത്ത് തന്നെ കഴിഞ്ഞ ദിവസം ഈശ്വർ മൽപ്പ തെരച്ചിൽ നടത്തിയ സമയത്ത് അവിടെ കാണാൻ സാധിച്ചിരുന്നു. എന്നാലും ആ സമയത്തൊക്കെ ഈ വെള്ളത്തിന്റെ അടിയൊഴുക്കിനൊപ്പം തന്നെ വിസിബിലിറ്റി വലിയൊരു പ്രശ്നമായിരുന്നു. 0 വിസിബിലിറ്റി ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ കൃത്യമായ ഒരു സൂചനയിലേക്ക് എത്താൻ അന്ന് സാധിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അതല്ല അവസ്ഥ. വെള്ളത്തിലെ നീരൊഴുക്ക് നേരത്തെ മനാഫൊക്കെ ജിതിനൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ നീരൊഴുക്ക് പൂർണ്ണമായും മുകളിൽ നിന്ന് നമുക്ക് കാണുമ്പോൾ ആ രീതിയിലുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ 4 നോട്ട്സിന് താഴെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ 3.5 വരെ ആയിരിക്കും. ആ ഒരു സാഹചര്യത്തിൽ കൃത്യമായി നാവികസേന ഉദ്യോഗസ്ഥർക്ക്, മുങ്ങൽ വിദഗ്ധർക്ക് ഈ ലോറിയുടെ അടുത്തേക്ക് എത്താൻ സാധിക്കും. അത് വളരെ പെട്ടെന്ന് സാധിക്കും. ഒരു പക്ഷേ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ നമുക്ക് ആ വിവരം, ആ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഈ ലോറി ഇനി പുറത്തേക്ക് ഏത് രീതിയിൽ എടുക്കണമെന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും പിന്നീട് ഏതായാലും നടക്കും. ഇന്നലെ കാർവാറിൽ നടന്ന ഉന്നതതല യോഗത്തിലാണ് ഇതിൽ സംബന്ധിച്ച നിർണായക തീരുമാനമുണ്ടായത്. നാവികസേന, ഒപ്പം SP, കലക്ടർ ഉൾപ്പെടെയുള്ളവരാണ് ഇത്തരത്തിൽ യോഗത്തിൽ പങ്കെടുത്തിരുന്നത്. അതിനുശേഷമാണ് ഇന്ന് മുതൽ വീണ്ടും ഈ തെരച്ചിൽ പുനരാരംഭിക്കാനുള്ള തീരുമാനവുമായി ജില്ലാ ഭരണകൂടം രംഗത്ത് വന്നത്. ഏതായാലും വലിയ പ്രതിഷേധം കുടുംബത്തിന്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായിരുന്നു. ഈ തെരച്ചിൽ പുനരാരംഭിച്ചില്ലെങ്കിൽ അർജുന്റെ കുടുംബം ഉൾപ്പെടെ ഇവിടെ എത്തും, കലക്ടറെ ഉൾപ്പെടെ കണ്ട് പ്രതിഷേധം അറിയിക്കുമെന്നൊക്കെ രീതിയിലുള്ള വലിയ തരത്തിൽ വൈകാരികമായ ഒരു ഇത് തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ കണക്കിലെടുത്താകാം, ഒരു പക്ഷേ കോടതിയുടെയും ഇടപെടൽ ഉള്ളതുകൊണ്ടാകാം വളരെ പെട്ടെന്ന് തന്നെ തിരച്ചിൽ തുടരുന്നതിലേക്ക് കർണാടക സർക്കാർ കടന്നത്. എന്നാൽ 9 മണിയോടുകൂടി തന്നെ നാവികസേന സംഘങ്ങൾ ഇവിടെ എത്തും എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഇന്നലെ അവർ ഒരു സംഘം എത്തി ഈ അടിയൊഴുക്കൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് അവർ ഇന്ന് ഈ തിരച്ചിൽ ആരംഭിക്കാമെന്ന ഒരു വിവരം ഈ യോഗത്തിൽ അറിയിച്ചതും. എന്നാലും കേരളത്തിൽ നിന്നുള്ള ഒരു പ്രധാനമായും സഹായം ഇവർ അഭ്യർത്ഥിക്കുന്നുണ്ട്. അത് ഈ മണ്ണ് മാന്തി യന്ത്രമാണ്. അത് ഈ തൃശൂർ മണ്ണൂത്തി സർവകലാശാല, കേന്ദ്ര സർവകലാശാലയിലുള്ള കാർഷിക സർവകലാശാലയുടെ കയ്യിലുള്ള യന്ത്രമാണ്. അത് കഴിഞ്ഞ ദിവസം 24 മണിക്കൂറിനകം കർണാടക ആവശ്യപ്പെട്ടാൽ ഇവിടെ എത്തിക്കുമെന്നായിരുന്നു ജനപ്രതിനിധികൾ ഉൾപ്പെടെ കേരളത്തിൽ നിന്നെത്തിയപ്പോൾ പറഞ്ഞത്. ആ യന്ത്രം ആവശ്യം ഉണ്ടാകും എന്നാണ് കലക്ടറും അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ യന്ത്രം എത്രയും പെട്ടെന്ന് എത്തിക്കേണ്ടതുണ്ട്. എന്നാലും വളരെ പെട്ടെന്ന് തന്നെ ഈ ലോറിയുടെ അടുത്തേക്ക് എത്താൻ സാധിക്കും. ഒപ്പം ലോറിക്കകത്ത് അർജുൻ ഉണ്ടോ എന്ന് നമ്മൾ 1 മാസത്തോളമായി നമ്മൾ ഈ ചോദ്യം ചോദിച്ചു
പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നാളേക്ക് ഒരു മാസം തികയുകയാണ്. അതായത് കഴിഞ്ഞ മാസം 16-ാം തീയതിയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വളരെ ദിവസം വൈകിയിരിക്കുന്നു. ഇനിയും ഈ തെരച്ചിൽ വൈകിയാണെങ്കിൽ അത് ഏത് രീതിയിലായിരിക്കും, നമുക്ക് അർജുനെ തിരിച്ചു കിട്ടുമോ എന്ന ബൈജു, ഈ രീതിയിലൊക്കെ വിഷയത്തിൽ നേരത്തെ ഒരുപാട് പേർ വിദഗ്ധരുടെ അടക്കം കമന്റുകൾ വന്നതാണ്. അതായത് അർജുന്റെ ലോറി ഇത്തരത്തിൽ വലിയൊരു മണ്ണിടിച്ചിലുണ്ടായി, ലോറി മണ്ണും വലിയ മരങ്ങളും ടവറും ഒക്കെ അടക്കം ഈ കടയും ഒക്കെ അടക്കം ഇങ്ങനെ ഈ ഗംഗാവലി പുഴയിലേക്ക് വീണപ്പോൾ ഒരു പക്ഷേ അർജുന്റെ ട്രക്ക് ആ സമയത്ത് തന്നെ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പോയി കാണില്ല, ആ ക്യാബിൻ ഇപ്പോഴും തുറന്നിരിക്കില്ല എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടല്ലോ. ആ പ്രതീക്ഷയാണ് ഇപ്പോഴും കുടുംബം വെക്കുന്നത്. അത്തരത്തിലൊരു സാഹചര്യം അവിടെ ഉണ്ട് എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാമോ? കാരണം അതിനകത്ത് തന്നെ അർജുൻ ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുമ്പോൾ വലിയ ഒഴുക്കുള്ള ഗംഗാവലി പുഴയിൽ ആ ട്രക്കിന്റെ ക്യാബിൻ തുറക്കാതെ അർജുൻ അതിനകത്ത് തന്നെ ഉണ്ടാകും എന്ന പ്രതീക്ഷ, അതിന് എത്രത്തോളം സാധ്യത കൊടുക്കേണ്ടതുണ്ട്? തീർച്ചയായും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും ഉള്ള ആ ഒരു നിഗമനം അത് തന്നെയാണ്. മാത്രമല്ല രക്ഷാ ദൌത്യ സംഘങ്ങളും വിലയിരുത്തുന്നത് ആ രീതിയിൽ തന്നെയാണ്. ഈ ട്രക്കിനകത്ത്, ഈ ക്യാബിനകത്ത് നേരത്തെ തന്നെ പുറത്തു വന്ന വിവരമാണ്, മറ്റൊരു ഡ്രൈവർ ഈ അർജുൻ ഈ വാഹനത്തിനകത്ത് കിടക്കുന്നത് കണ്ടതും അദ്ദേഹം വിളിച്ചുകൊണ്ടെത്തുമ്പോൾ താൻ ഇവിടെ അല്പനേരം വിശ്രമിച്ചിട്ട് മാത്രമേ യാത്ര ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നതും ഒക്കെ നേരത്തെ വന്ന വിവരങ്ങൾ ആണ്. അതുകൊണ്ട് തന്നെ ട്രക്കിനകത്ത് ഈ ഉറങ്ങുന്ന സമയത്തായിരിക്കണം ഈ അപകടം സംഭവിച്ചതെങ്കിൽ ഇത് നമുക്കറിയാം അത്രത്തോളം ആധുനിക സംവിധാനമുള്ള ഒരു വാഹനമാണ് ബെൻസിന്റെ. ഏറ്റവും അത്തരത്തിൽ മാത്രമല്ല വലിയ തോതിൽ മരം ഒക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു. അതിലൊരു 4-5 മരങ്ങൾ മറ്റു തടി കഷ്ണങ്ങൾ മാത്രമേ ഇവിടെ നിന്നൊരു 6 കിലോമീറ്റർ മാറി ഈ കിട്ടുന്ന സാഹചര്യം ഉണ്ടായത്. മറ്റ് മരങ്ങളൊക്കെ എവിടെ അതെന്ന ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ലോറിയുടെ അതേ സ്ഥാനത്ത് തന്നെ ആ മരങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത് ലോറി വലിയ ദൂരത്തേക്ക് എത്തിയിട്ടില്ല. ഈ കടയുടെ തൊട്ട് സമീപത്ത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന ആ നീല റിബൺ ഇട്ട മാർക്ക് ചെയ്ത സ്ഥലത്താണ് ലോറിയുടെ സാന്നിധ്യമുള്ളത്. പക്ഷേ വലിയ തോതിൽ ചെളിയിൽ പൂണ്ട നിലയിലാണ് ലോറി ഉള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഈ അടിയൊഴുക്ക് കുറഞ്ഞ ഒരു സാഹചര്യത്തിൽ ഈ സ്റ്റീൽ ഹുക്കിട്ട് ഇതിനെ കരയിലേക്ക് വലിച്ചു കയറ്റുക എന്നതാണ് ഇതിന് ഏറ്റവും പ്രധാനം. അതിനിടയിൽ തന്നെ ഈ മൺകൂനയിൽ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും, ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 2 പേരെ കൂടി, കന്നഡികരായ 2 പേരെ കൂടി കാണാതായിട്ടുണ്ട്. അവരാരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ അവരെയും കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ആ മൺകൂന കൂടി അവിടെ നിന്ന് മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും എന്ന ഒരു ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു വിലയിരുത്തൽ വരുന്നത്. എന്തായാലും അർജുനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഏറ്റവും വലിയ പ്രതീക്ഷ ഈ ലോറിക്കകത്ത്, ഈ ക്യാബിനകത്ത് അർജുൻ ഉറങ്ങുമ്പോഴാണ് ഈ അപകടമുണ്ടായത്. അങ്ങനെയാണെങ്കിൽ ഈ ക്യാബിനകത്ത് തന്നെ കുടുങ്ങിക്കിടക്കുന്ന നിലയിലായിരിക്കും അർജുൻ ഉണ്ടാവുക. ഏതായാലും ഇത്രയും 29 ദിവസമായിരിക്കുന്നു. അത് ഇനി ഏത് രീതിയിൽ നമുക്ക് അർജുനെ കാണാൻ പറ്റും? ഏതായാലും കേരളം അത്രത്തോളം പ്രതീക്ഷയോടെ അവസാനമായെങ്കിലും അർജുനെ കാണാം. കാരണം ഇപ്പോൾ ഇത് കേരളത്തിലെ ഓരോ ആളുകളുടെയും ഒരു വീട്ടിലെ ഒരു സ്വന്തം അംഗം പോലെയാണ് അർജുനെ കാണുന്നത്. നമുക്കറിയാം വയനാട് വലിയ തോതിലുള്ള ദുരന്തമുണ്ടായി. അവരൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അർജുന്റെ ഈ വാർത്ത, ഈ ഇത്രത്തോളം അപകടത്തിൽ മരണപ്പെട്ടവരൊക്കെ അർജുന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതായ വിവരം നമുക്ക് വരുന്നുണ്ട്. കാരണം അടുത്ത കുട്ടികൾ പോലും പറയുന്നുണ്ടായത് ഈ നമുക്ക് ഭാവിയിൽ ആരാവണമെന്ന് ചോദിച്ചപ്പോൾ ലോറി ഡ്രൈവർ ആവണമെന്നായിരുന്നു നേരത്തെ ആഗ്രഹമെങ്കിൽ ഈ അർജുന്റെ ഈ വാർത്ത കേട്ടതോടുകൂടി ബസ് ഡ്രൈവർ ആകണമെന്നൊക്കെ പറയുന്ന തരത്തിലുള്ള വളരെ വൈകാരികമായ ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അപകടത്തിൽ രക്ഷപ്പെട്ടവരൊക്കെ പറയുന്ന സാഹചര്യം. ആ രീതിയിൽ അവരൊക്കെ വലിയ തോതിൽ പ്രാർത്ഥനയോടെ കൂടി കഴിഞ്ഞ സമയത്തായിരിക്കണം അവരൊക്കെ ഒരു രാത്രി കൊണ്ട് ഇല്ലാതായത്. ഈ ദുരന്തത്തിന് തൊട്ടു പിന്നാലെയാണ് വയനാട് ഇത്തരത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം താങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള വലിയ അപകടം ഉണ്ടായത്. എന്തായാലും അർജുൻ എവിടെ എന്ന ചോദ്യം നമ്മൾ ചോദിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ നമ്മൾ ശിരൂരിലാണുള്ളത്. ഇവിടെ തന്നെ വീണ്ടും നമ്മൾ എത്തിയിരിക്കുന്നു. 29 ദിവസമായിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഏതായാലും ഈ അനുകൂലമായ ഒരു തീരുമാനം, അത് തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കും എന്നത് വലിയ ആശ്വാസമാണ്. അത് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം. ഒപ്പം നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ ഒരുപാട് ആളുകൾ എന്താണ് ഇവിടെ ഈ സംഭവിക്കുന്നത്, ഏത് രീതിയിലാണ് അർജുനുള്ളത്, ഇതൊക്കെ അവർക്കും ആകാംക്ഷയുണ്ട്. അവരും വലിയ പ്രാർത്ഥനയിലൂടെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കഴിഞ്ഞത്. എന്തായാലും 9 മണിയോടുകൂടി തന്നെ ഈ തിരച്ചിൽ പുനരാരംഭിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി, KV ബൈജു ആണ് ഷിരൂരിൽ നിന്നും തത്സമയം വിവരങ്ങൾ നൽകിയത്.
സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 8 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് അതിശക്തമായ മഴ മുന്നറിയിപ്പുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കാസർഗോഡ് ഒഴികെയുള്ള 8 ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട്. ദുരന്ത സാധ്യത മേഖലയിലുള്ളവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് നിർദ്ദേശം നൽകി. തമിഴ്നാട് തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും തെക്കൻ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധന വിലക്ക് തുടരുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടവേള. തിരച്ചിൽ ആരംഭിച്ചേക്കാം എന്ന ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതിനിടയിൽ തന്നെ ജിതിൻ ഇത്തരത്തിൽ കുടുംബം ആവശ്യപ്പെട്ടിട്ടുള്ളത് തിരച്ചിൽ ഉടൻ പുനരാരംഭിക്കണം, അതല്ലെങ്കിൽ അർജുന്റെ ഭാര്യ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ ശിരൂരിലെത്തി പ്രതിഷേധിക്കും എന്ന ഉൾപ്പെടെ അവർ പറഞ്ഞിട്ടുണ്ട്. കാരണം വളരെ അനുകൂലമായ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കാലാവസ്ഥ അത്തരത്തിൽ വലിയ മഴയൊന്നും കഴിഞ്ഞ ഒരാഴ്ചയില്ല. പുഴയിലെ നീരൊഴുക്കൊക്കെ കുറഞ്ഞൊരു സാഹചര്യമാണ്. ഏതെങ്കിലും തരത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴ വരുന്ന സാഹചര്യം ഉണ്ടായാൽ അത് വലിയ തോതിൽ പ്രദേശിക്ക് മേൽ മങ്ങലേൽപ്പിക്കുന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിട്ടിയ അവസരം, ആ കാലാവസ്ഥ അനുകൂലമായ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ തിരച്ചിൽ എത്രയും പെട്ടെന്ന് പുനരാരംഭിക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും അത്തരത്തിലേക്കാണ് കർണാടകയും നീങ്ങുന്നതെന്ന സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ നാവികസേനയുടെ ദിവസത്തെ സർവീസിൽ യാത്രക്കാരിൽ നിന്ന് ലഭിക്കുന്ന തുക ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി നൽകും. ബസ് ജീവനക്കാരുടെ പ്രവർത്തനത്തിന് യാത്രക്കാരിൽ നിന്നും പൂർണ്ണ പിന്തുണയാണ് ലഭിക്കുന്നത്. കൊച്ചിയിൽ ദുരിതമനുഭവിക്കുന്ന നിരവധി കുടുംബങ്ങൾക്ക് കൈത്താങ്ങായി നമ്മുടെ കേരളത്തിൽ മാത്രമല്ല അങ്ങോളം ഇങ്ങോളം കേരളത്തിനകത്തും പുറത്തുമായി നിരവധി പേരാണ് സഹായത്തിനായി എത്തുന്നത്. അപ്പോൾ തങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യാൻ എല്ലാ മേഖലയിലുള്ളവരും പരിശ്രമിക്കുന്നുണ്ട്. കൊച്ചിയിൽ 9 സ്വകാര്യ ബസ്സുകളാണ് ഇന്നത്തെ യാത്രയ്ക്ക് കിട്ടുന്ന തുക. അത് വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്ന തങ്ങളുടെ കൂടപ്പിറപ്പുകൾക്കായി മാറ്റിവെച്ചിരിക്കുന്നത്. കൊച്ചിയിൽ എറണാകുളത്തോടുന്ന 9 ബസ്സുകൾ നന്ദനം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ കീഴിലുള്ള 9 സ്വകാര്യ ബസ്സുകളാണ് ഇന്ന് കിട്ടുന്ന കളക്ഷനുകൾ, അവരുടെ ഇന്ന് കിട്ടുന്ന തുക അത് വയനാട്ടിലേക്ക് കൈമാറാനായി തീരുമാനിച്ചിരിക്കുന്നത്. ഈ ബസ്സിലേക്ക് എത്തുന്ന യാത്രക്കാർ അവർക്ക് അവരുടെ യാത്രയ്ക്കുള്ള പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു തുക മാത്രമല്ല, അവരുടെ മനസ്സഴിഞ്ഞ് എത്ര രൂപ നൽകുന്നോ അത് വയനാട്ടിലേക്ക് തന്നെ കൊടുക്കും. അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴിയായിരിക്കും ഇവർ കൈമാറുക. ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു സ്വകാര്യ ബസ്സിലാണ്, നന്ദനം ലിമിറ്റഡിന്റെ. നമുക്ക് അതിലെ ജീവനക്കാരോട് തന്നെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. ചേട്ടാ, നമുക്കറിയാം വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്ന നിരവധി ആളുകളുണ്ട്, നമ്മുടെ കൂടപ്പിറപ്പുകൾ. അവർക്ക് നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യാനായി കേരളത്തിൽ മാത്രമല്ല വിദേശത്തൊക്കെ ആളുകൾ സഹായിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന്, ഒരു സ്വകാര്യ ബസ് ജീവനക്കാരെന്നുള്ള ഭാഗത്ത് നിന്ന് നിങ്ങളുടെ ഇന്നത്തെ ഓട്ടത്തിൽ കിട്ടുന്ന തുക അങ്ങോട്ടേക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? നമ്മളിവിടെ ഓരോ ഇതേപോലത്തെ ദുരന്തങ്ങളും ഇങ്ങനത്തെ ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മളെ ബസ്സുകള് ചികിത്സാ സഹായമായാലും മറ്റുമായാലും നമ്മൾ ഓടുന്നതാണ്. ഈ ഒരു വയനാടിന്റെ അവസ്ഥയിൽ നമ്മുടെ ഈ നന്ദനം ഫൗണ്ടേഷൻ കളമശ്ശേരിയുടെ 9 ബസ്സുകൾ ഇന്ന് സർവീസ് നടത്തുന്നുണ്ട്. ഏകദേശം എത്ര രൂപയായിരിക്കും നമുക്ക് സാധാരണ ഒരു പിരിച്ചു കിട്ടുന്നത്? പൊതുവേ ഒരു 20 രൂപക്ക് അടുത്തൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കിപ്പോ ലാസ്റ്റ് നമ്മൾ കണക്ക് കൂട്ടിയിട്ടില്ല, ലാസ്റ്റ് നമുക്ക് അറിയുള്ളൂ. ആൾക്കാരൊക്കെ മോശമാത്ര രീതിയിൽ സഹകരിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഇറങ്ങേണ്ട പോയിന്റുകളുടെ തുകയല്ലാണ്ട് അധിക തുക ഇടുന്നവരും ഒന്നെങ്കിൽ ബസ് ചാർജ്, ടിക്കറ്റ് ചാർജ്, അല്ലെങ്കിൽ അവർക്ക് ആ സംഭാവന തരാം. നേരത്തെ നമ്മൾ മറ്റു ആവശ്യ സാധനങ്ങളായ അരി, മറ്റു സാധനങ്ങൾ നമ്മൾ നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. ഇന്നാണ് ഇപ്പൊ നമ്മുടെ വണ്ടികൾ ഓടുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴി തന്നെയായിരിക്കും ഇത് കൊടുക്കുക. അതിനെ കുറിച്ച് ഡീറ്റെയിൽ എനിക്ക് അറിയില്ല, നമ്മൾ ഓണറിന്റെ ഇതിലാണ്. എന്താണ് ഈ ബസ് ചാർജ് അല്ലാണ്ട് കൂടുതൽ തുകകളൊക്കെ ആളുകൾ തരുന്നുണ്ടല്ലേ? തരുന്നുണ്ട്, നല്ല രീതിക്ക് തരുന്നുണ്ട്. ഈ ഒരു സംരംഭത്തിന് എല്ലാവരുടെയും ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള വലിയ രീതിയിലുള്ള എന്താണ് പറയാ, എല്ലാവരും ഭയങ്കരമായിട്ട് അവരെങ്ങനെയും സഹായിക്കുക, അവരെങ്ങനെയും ഇതാക്കുക എന്നുള്ള ഇതിലാണ് യാത്രക്കാരെല്ലാരും ഇതാക്കുന്നത്. രാവിലെ മുതലായിട്ട് നല്ലൊരു ഇതാണ് അവരുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ഈ ബസ് ഏത് റൂട്ടിലാണ്? ഇത് നമ്മളിപ്പോ ഏലൂര് ഗാന്ധിനഗറാണ്. ഗാന്ധിനഗർ ബാക്കി 9 ബസ്സുകളും പല റൂട്ടിലും.
നമ്മുടെ 9 വണ്ടികളുണ്ട്. നമ്മൾ പല റൂട്ടുകളായിട്ടാണ് ഓടുന്നത്. എല്ലാം മേലൂർ വണ്ടികൾ തന്നെയാണ്. ഇന്ന് ഒരു ദിവസത്തെ കളക്ഷൻ ഇന്നൊരു ദിവസത്തെ കളക്ഷനാണ്. മൊത്തം എല്ലാ വണ്ടികളുടെയും ഒരു ദിവസത്തെ കളക്ഷൻ നമ്മൾ ഇതിലേക്ക് കൊടുക്കാം. അതെ, ഈ ബസ് ജീവനക്കാർ നടത്തുന്ന വലിയൊരു ലക്ഷ്യം തന്നെയാണ്. അത് നിറവേറട്ടെ എന്ന് നമ്മളും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, വയനാട്ടിൽ അവർക്ക് സ്ഥിരമായിട്ടുള്ള ഒരു വീട് വേണം, അല്ലെങ്കിൽ അവർക്കൊരു ജോലി വേണം. ഇതിനെല്ലാം നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള വലിയ ഒരു സംഭാവന, ചെറിയൊരു തുക ആയിക്കോട്ടെ, പക്ഷേ അത് വലിയ രീതിയിൽ നാളത്തേക്ക് അവർക്ക് വലിയ രീതിയിൽ ഗുണമാകട്ടെ എന്ന് നമ്മളും ആഗ്രഹിക്കുന്നുണ്ട്. ചേട്ടാ, ഈ ഒരു വയനാട്ടിലേക്കുള്ള ഇന്ന് ഈ ബസ്സിൽ നിന്ന് പിരിച്ചു കിട്ടുന്ന കാശ് വയനാട്ടിലുള്ള ദുരിതം അനുഭവിക്കുന്ന നമ്മുടെ കൂടപ്പിറപ്പുകൾക്കുള്ളതാണ്. അതിലെ ഒരു ചെറിയ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. നമ്മളെ ബസ് ചാർജ് അല്ലാതെ അധികം തുക ഇടുന്ന ആളുകളും ഉണ്ടെന്ന് പറയുന്നു. ഞങ്ങളിപ്പോ ഇതിപ്പോ രണ്ടാമത്തെ വണ്ടിക്ക്, ഫസ്റ്റ് വണ്ടിക്കും കൂടെ എറണാകുളത്ത് ഹോസ്പിറ്റലിൽ വന്ന് ഞങ്ങൾ കൊടുത്തതാണ്. ഇപ്പൊ ഈ വണ്ടിക്കും കൊടുത്തു. സന്തോഷത്തോടെ സന്തോഷം. നമ്മുടെ ദുരിതം അനുഭവിക്കുന്നവർ നമ്മുടെ ആളുകൾ കൂടിയാണ്. നമ്മുടെ രക്തബന്ധം തന്നെ അവരെല്ലാവരും അങ്ങനെയാണ് കൊടുത്തത്. അങ്ങനെ ചെറിയ തുക ആയിക്കോട്ടെ കൊടുക്കുന്നതിൽ വളരെ സന്തോഷമാണ് ആളുകൾക്ക്. തങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഇത്തരത്തിലൊരു സഹായം ചെയ്യുന്നത് സന്തോഷത്തോടുകൂടിയാണ് പറയുന്നത്. നമുക്ക് കൂടുതൽ ആളുകളോട് ചേച്ചി, ഇന്ന് വയനാട്ടിലേക്കാണ് എത്തുന്നത്. അതിൽ സന്തോഷമുണ്ടോ? അതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞു? സന്തോഷമുണ്ട്. സന്തോഷമുണ്ട്, തീർച്ചയായിട്ടും. ഇതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞു. അങ്ങനെ എല്ലാ യാത്രക്കാരും വലിയ സന്തോഷത്തിലാണ്. തങ്ങൾക്കും ഇതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ, തങ്ങളാൽ കഴിയുന്ന ഒരു സഹായം വയനാട്ടിലെ നമ്മുടെ ആളുകൾക്ക് കൊടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം തന്നെയാണ്. ഒപ്പം ഈ ഒരു ബസ് ജീവനക്കാരുടെ ഈ ഒരു ഉദ്യമത്തിനും അതിന് വലിയ പിന്തുണ തന്നെയാണ് ലഭിക്കുന്നത്. ക്യാമറാമാൻ മനോജ് കുമാറിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. വയനാട് ദുരന്തത്തിന് ശേഷം മണ്ണിടിച്ചിൽ ഭീഷണിയിലുള്ള പല മേഖലകളിലും ഭീതിയുടെ നിഴലിലാണ്. എറണാകുളം പള്ളിക്കരയിൽ അടുത്തിടെ മണ്ണിടിഞ്ഞ് വീട് തകർന്ന കുടുംബവും അതിന്റെ ചുറ്റുപാടുള്ളവരും പേടിയോടെയാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. പള്ളിക്കര വെസ്റ്റ് മോറാല മുട്ടൻതൊട്ടിൽ ജോമോന്റെ വീടിന് മുകളിലേക്ക് ഏകദേശം 40 അടി ഉയരത്തിൽ നിന്നാണ് മണ്ണും കല്ലും ഇടിഞ്ഞു വീണത്. രാത്രിയുണ്ടായ അപകടത്തിൽ വീടിന്റെ പിൻവശം പൂർണ്ണമായും തകർന്നു. ജോമോന്റെ മക്കൾ പഠിച്ചുകൊണ്ടിരുന്ന മുറിയിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. ജോമോനും ഭാര്യയും മക്കളും വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയതിനാലാണ് ജീവൻ രക്ഷപ്പെട്ടത്. അപകടം നടന്ന് 1 മാസമാകുമ്പോഴും ആ നടുക്കത്തിൽ നിന്ന് ആരും ഇപ്പോഴും മോചിതരല്ല. ചുറ്റുവട്ടത്തുള്ള വീട്ടുകാർ പോലും ഭീതിയിലാണ്. വയനാട് സംഭവം ഇവരുടെ ഭീതി വർദ്ധിപ്പിക്കുന്നു. ഹൈറ്റുള്ള ഏരിയ ആണ് അവിടെ, അവരുടെ വീടിന്റെ പുറകിലേക്ക്. പിന്നെ തന്നെ നമുക്ക് ഇവിടെ നോക്കിയാലും നല്ല ഹൈറ്റ്, ഇവിടുന്ന് പിന്നെ താഴത്തേക്കും പാടമാണ്. അതും വെച്ച് നോക്കുമ്പോൾ ഒത്തിരി പേടിയുള്ള ഒരു പ്രകൃതമാണ് ഇവിടെ. ഇതിനൊരു നടപടി ഇതുവരെ ആയിട്ടില്ല. അവിടെ മണ്ണിടി നമുക്ക് പേടിയൊക്കെ ഉണ്ട്. പിന്നെ അവിടുത്തെ വീട്ടിലെ കൊച്ചുങ്ങൾ അവിടെ പേടിയായിട്ട് ഇവിടെ വന്നിരിക്കണം, അവിടെ ഇടിയെന്നും പറഞ്ഞു. ജോമോന്റെ വീടിന്റെ അറ്റകുറ്റപ്പണികൾ ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല. നാട്ടുകാരും സമീപത്തുള്ള സ്കൂൾ വിദ്യാർത്ഥികളും ചേർന്നാണ് വീടിനകവും പരിസരവും ശുചീകരിച്ചത്. സെക്യൂരിറ്റി ജീവനക്കാരനായ ജോമോന് ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായാണ് വീട് ലഭിച്ചത്. പള്ളിക്കരയിലും സമീപ പ്രദേശങ്ങളിലും പല ഭാഗത്തും മണ്ണിടിച്ചിൽ ഭീഷണി നിലവിലുണ്ട്. ന്യൂസ് 18 കൊച്ചി. വെള്ളക്കെട്ട് രൂക്ഷമായ കളമശ്ശേരി മൂലപ്പാടത്ത് ശാസ്ത്രീയ പരിഹാരത്തിന് നടപടി തുടങ്ങി. ഇതിന്റെ ഭാഗമായി ദേശീയപാത അതോറിറ്റിയുടെ പുഷ് ത്രൂ കൾവേർട്ട് നിർമ്മാണം ഉടൻ ആരംഭിക്കും. ഒറ്റ മഴയിൽ മുങ്ങുന്ന സ്ഥലമായി കളമശ്ശേരി മേഖല മാറിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികൾ തുടങ്ങിയത്. ആദ്യഘട്ടമെന്ന നിലയിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. തുടർന്ന് ദേശീയപാത അതോറിറ്റി ഒരു പുഷ് ത്രൂ കൾവർട്ട് നിർമ്മിക്കുകയാണ്. 3 സ്ഥലങ്ങളിൽ അതോറിറ്റി നിർമ്മിക്കുന്ന കൾവർട്ടുകളിൽ ആദ്യത്തേതാണിത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി മന്ത്രി പി രാജീവ് സ്ഥലം സന്ദർശിച്ചു. 6 മാസത്തിനുള്ളിൽ കൾവർട്ട് പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ 30 വർഷത്തിലധികം നീണ്ടു നിൽക്കുന്ന പ്രശ്നമാണ് ഈ മൂലപ്പാടത്തെ വെള്ളക്കെട്ട്. അപ്പൊ അതിനുള്ള ശാസ്ത്രീയമായ ഒരു പരിഹാരത്തിനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടം PWD വർക്ക് പൂർത്തീകരിച്ചു. ഇപ്പോ നാഷണൽ ഹൈവേ
ഒരു പുഷ് പുൾ കൺവെർട്ട് ഇവിടെ നിർമ്മിക്കുകയാണ്. 3 സ്ഥലങ്ങളിലാണ് ഹൈവേയിൽ. അതിന്റെ ആദ്യത്തേത് ഇവിടെ നിർമ്മിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന് ടെൻഡർ അവാർഡ് ചെയ്തു, എഗ്രിമെന്റ് ഒപ്പുവെച്ച് കഴിഞ്ഞു. അതിനുള്ള പ്രത്യേകമായ ഡിസൈൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അതിന് എഗ്രിമെന്റ് ഒപ്പുവെച്ചതിന് ശേഷമുള്ള ആദ്യത്തെ പരിപാടിയായിട്ടാണ് ഇന്നിവിടെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സാലീസ് റോഡ്, മൂലപ്പാടത്തിന്റെ നേരത്തെ ഉണ്ടായ തോട്, ഇതെല്ലാം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ആ പ്രദേശത്തുള്ള സർവേ ഒരു ഭാഗം പൂർത്തീകരിച്ചിട്ടുണ്ട്. മറുഭാഗത്തേക്ക് കൂടി സർവേ കൊണ്ടുപോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. 3.5 കോടി രൂപ ചെലവഴിച്ചാണ് ദേശീയപാത അതോറിറ്റി പുഷ് ത്രൂ കൾവർട്ട് നിർമ്മിക്കുന്നത്. ദേശീയപാത അതോറിറ്റി, റെയിൽവേ, കൊച്ചി മെട്രോ, ജലവിഭവ വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ് എന്നിവർ ചേർന്ന് സംയുക്ത പരിശോധന നടത്തിയാണ് നിർമ്മാണത്തിനുള്ള പദ്ധതി ആവിഷ്കരിച്ചത്. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ പേരിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മുന്നറിയിപ്പുമായി ആരോഗ്യവകുപ്പ്. ജലാശയങ്ങളിൽ കുളിച്ചവർക്ക് രോഗലക്ഷണങ്ങൾ കണ്ടാൽ അത് പറഞ്ഞ് ചികിത്സ തേടണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. വർഷങ്ങളായി വാട്ടർ ടാങ്ക് വൃത്തിയാക്കാത്തവരും ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരത്ത് 8 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്നത്. 97% മരണനിരക്കുള്ള രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. തുടക്കത്തിലെ രോഗം കണ്ടെത്തി ചികിത്സ നൽകിയില്ലെങ്കിൽ സ്ഥിതി ഗുരുതരമാകും. തിരുവനന്തപുരത്ത് ഒരാൾ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചു. രോഗം സ്ഥിരീകരിച്ച മറ്റ് 8 പേർക്കും കൃത്യമായ ചികിത്സ നൽകാൻ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞു. ജർമ്മനിയിൽ നിന്ന് എത്തിച്ച മരുന്ന് നൽകിയാണ് ചികിത്സ. തിരുവനന്തപുരത്ത് ഇതുവരെ 3 സ്ഥലങ്ങളിലാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. നെയ്യാറ്റിൻകരയിലെയും നാവായിക്കുളത്തെയും രോഗ ഉറവിടം കണ്ടെത്തിയെങ്കിലും പേരൂർക്കടയിലെ രോഗ ഉറവിടം സംബന്ധിച്ച് വ്യക്തതയില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. ജലാശയങ്ങളിൽ കുളിച്ചവർക്ക് രോഗലക്ഷണങ്ങൾ കണ്ടാൽ അക്കാര്യം പറഞ്ഞ് ചികിത്സ തേടണം. തലവേദന, പനി, ഓക്കാനം, ഛർദി, കഴുത്ത് തിരിക്കാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനടി ചികിത്സ തേടണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. തുടക്കത്തിലെ രോഗലക്ഷണം കണ്ട് ചികിത്സ നൽകിയില്ലെങ്കിൽ സ്ഥിതി സങ്കീർണമാകും. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചവരിൽ ലോകത്ത് ഇതുവരെ രോഗമുക്തി നേടിയത് 11 പേർ മാത്രമാണ്. കേരളത്തിൽ 2 പേർ രോഗമുക്തി നേടിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. ചികിത്സയിൽ കഴിയുന്നവർക്ക് മെഡിക്കൽ ബോർഡിന്റെ ഏകോപനത്തിൽ ഫലപ്രദമായ ചികിത്സ നൽകുന്നുണ്ടെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. കൊച്ചിയിൽ NIA റെയ്ഡ്. മാവോയിസ്റ്റ് നേതാവ് മുരളി കണ്ണമ്പിള്ളിയുടെ വീട്ടിലാണ് NIA റെയ്ഡ് നടത്തുന്നത്. വീടിന്റെ വാതിൽ പൊളിച്ചാണ് പുലർച്ചെ NIA സംഘം വീട്ടിൽ കയറിയത്. ഡാനി പോൾ ചേരുന്നു വിവരങ്ങളുമായി. ഡാനി, എപ്പോഴായിരുന്നു റെയ്ഡ് നടന്നത്? ഇപ്പോഴും തുടരുകയാണ്? റെയ്ഡ് ഇപ്പോഴും തുടരുകയാണ്, പരിശോധന തുടരുകയാണ്. ഇന്ന് പുലർച്ചെയാണ് NIA സംഘം എറണാകുളം തേവയ്ക്കലിലുള്ള മുരളി കണ്ണമ്പിള്ളിയുടെ വീട്ടിലേക്ക് എത്തുന്നത്. പുലർച്ചെ എത്തിയ സംഘം വാതിൽ പൊളിച്ചാണ് വീടിനകത്തേക്ക് കയറിയത്. തുടർന്ന് ഈ പരിശോധന തുടരുകയായിരുന്നു. പിന്നീട് ഇപ്പോഴും ആ പരിശോധനകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അടുത്തയിടെ 3 പ്രധാനപ്പെട്ട മാവോയിസ്റ്റ് നേതാക്കൾ ATSന്റെ കസ്റ്റഡിയിലായിരുന്നു. തീവ്രവാദ വിരുദ്ധ സേന നടത്തിയ പരിശോധനകൾക്കിടെ ഈ പ്രധാനപ്പെട്ട വയനാട് മേഖല, അതോടൊപ്പം തന്നെ തമിഴ്നാട് മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കബനി ദളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ അറസ്റ്റിലായിരുന്നു. 3 പേരാണ് ഇതിൽ അറസ്റ്റിലായിരുന്നത്. ജൂലൈ 17-നും 19-നുമായി മനോജിനെയും അതോടൊപ്പം തന്നെ സോമൻ എന്ന് പറയുന്ന 2 പ്രവർത്തകരെ ഷൊർണൂരിൽ നിന്നും അതോടൊപ്പം തന്നെ എറണാകുളത്ത് നിന്നും കസ്റ്റഡിയിൽ തീവ്രവാദ വിരുദ്ധ സേന കസ്റ്റഡിയിൽ എടുത്തിരുന്നു. പിന്നീട് ഈ കബനി ദളത്തിലെ ഒരു അവസാന കണ്ണി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന CP മൊയ്തീൻ നേരത്തെ പോലീസുമായുള്ള തീവ്രവാദ വിരുദ്ധ സേനയുമായി അടക്കമുള്ള ഒരു ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് നേതാവ് CP ജലീലിൻ്റെ സഹോദരനാണ് CP മൊയ്തീനെ ആലപ്പുഴയിൽ നിന്നും തീവ്രവാദ വിരുദ്ധ സേന കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അങ്ങനെ ഇതിൻ്റെ ഈ ദളങ്ങളുടെ 4 ദളങ്ങൾ കേന്ദ്രീകരിച്ചാണ് വയനാട് മേഖലയിലും അതോടൊപ്പം തന്നെ തമിഴ്നാട് മേഖലയിലും പ്രവർത്തിക്കുന്നത്. അതിലൊരു അവസാന കണ്ണിയെ കൂടി കസ്റ്റഡി എടുക്കാൻ കഴിഞ്ഞു എന്ന തീവ്രവാദ വിരുദ്ധ സേന അവകാശപ്പെടുകയും ഒപ്പം തന്നെ ഇതിൽ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ഇവരുടെ ഒരു പിരിവ് കേന്ദ്രങ്ങൾ, കൂടുതൽ ധനസമാഹരണങ്ങൾ എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നവരിലേക്ക് കൂടുതൽ എത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ നടത്തുന്ന ഒരു പരിശോധനകൾ. ഇവരിൽ നിന്ന് ലഭിച്ച കസ്റ്റഡിയിലുള്ളവരിൽ നിന്ന് ലഭിച്ചവരുടെ കയ്യിൽ നിന്നുള്ള വിവരങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നടക്കുന്ന പരിശോധനകളും എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ NIA ഈ പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഇന്ന് രാവിലെയാണ് പരിശോധന തുടങ്ങിയത്, അതിപ്പോഴും തുടരുകയാണ്. ഡാനി, ഈ വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നോ? പുലർച്ചെ തന്നെ NIA സംഘം എത്തി വീടിന്റെ വാതിൽ പൊളിച്ചകത്ത് കയറി എന്നാണ് നമുക്ക് ഡാനി റിപ്പോർട്ട് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്?
മനസ്സിലാക്കുന്നത് വളരെ പുലർച്ചെ തന്നെ പോലീസ് എത്തുകയായിരുന്നു ഇതിനകത്തേക്ക്. അതായത് നിലവിൽ അറിയാൻ കഴിയുന്നത് അവിടെ ആ സമയത്ത് ആളുണ്ടായിരുന്നില്ല എന്നതാണ് അറിയുന്നത്. ഇതേ തുടർന്നാണ് ഇത് വാതിൽ പൊളിച്ച് അകത്തേക്ക് കയറേണ്ട ഒരു സാഹചര്യം അടക്കം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഉള്ളത് കൂടുതൽ വിവരങ്ങൾ എന്നെ വ്യക്തമാക്കുന്നില്ല. ഇത് സംബന്ധിച്ച് കൂടുതൽ പരിശോധനകൾ തുടരുകയാണ്. നേരത്തെ ATS ആയിരുന്നു ഇത്തരം കാര്യങ്ങൾക്ക് ഇവിടെ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലായി നടത്തുന്ന മാവോയിസ്റ്റ് പരിശോധനകൾ, അറസ്റ്റുകൾക്കെല്ലാം തന്നെയും കടന്നിരുന്നതെങ്കിൽ ഇപ്പോൾ എന്നെ നേരിട്ട് ഇതിലേക്ക് വരുന്നു എന്നൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളുടെ സൂചനകളുടെ ശക്തമായ സൂചനകളുടെ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പരിശോധനകൾ തുടരുന്നത്. നേരത്തെ CP മൊയ്തീനെ വളരെ കൃത്യമായ രീതിയിൽ തന്നെ ATS ട്രാക്ക് ചെയ്തിരുന്നു. അതിൽ ഇയാൾ അങ്കമാലിയിൽ എത്തി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലൊരു നിരീക്ഷണം സോണുകളായി തിരിഞ്ഞ് നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇയാൾ ആലപ്പുഴയിലേക്ക് മാറുന്നത്. തുടർന്ന് വളരെ അടുത്ത ദിവസത്തിൽ തന്നെ ഇപ്പോൾ ഓഗസ്റ്റ് 2-നാണ് അറസ്റ്റ് നടക്കുന്നത്, ആലപ്പുഴയിൽ നിന്ന് പിടികൂടുന്നത്. തുടർന്ന് ഇങ്ങോട്ട് ചോദ്യം ചെയ്യലുകളുടെയും അതോടൊപ്പം തന്നെ മറ്റു വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടികളിലേക്ക് നീങ്ങിയിരിക്കുന്നത്. NIAക്കും ഇത്തരം വിവരങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ NIAയും വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. കാരണം ഈ കൂടുതൽ വിഷയങ്ങൾ ഈ കബനി ദളം കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളിൽ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നു. പലപ്പോഴും ഏറ്റുമുട്ടലുകളിലേക്ക് നീങ്ങുന്നൊരു സാഹചര്യം. അതിനിടെയാണ് വയനാട് കുഴിബോംബ് അടക്കം കണ്ടെത്തിയ ഒരു കാര്യങ്ങളിലേക്കെല്ലാം തന്നെ പോയിരുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണിപ്പോൾ അത്തരം വിവരങ്ങളുടെ കൂടി സാഹചര്യത്തിലാണിപ്പോൾ NIA ഇപ്പോൾ ഇവിടെ പരിശോധന നടത്തുന്നത്. നഗര കേന്ദ്രീകൃതമായിട്ട് വലിയ രീതിയിൽ ഒരു ശൃംഖല ഈ രീതിയിൽ വളർത്തിയെടുക്കുവാനായിട്ട് ഇവർക്ക് സാധിച്ചിട്ടുണ്ട് എന്ന ചില വിവരങ്ങൾ കൂടി എത്തുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇവരൊരു ധനസമാഹരണം അടക്കമുള്ള കാര്യങ്ങൾ പൂർണ്ണമായും തന്നെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇപ്പോൾ തുടരുന്ന പരിശോധനകൾ. നേരത്തെ വയനാട് ഈ രീതിയിൽ അവർക്ക് മറ്റ് കേന്ദ്രങ്ങളിലേക്ക് നീങ്ങാൻ കഴിയാത്ത വിധം തന്നെ തീവ്രവാദ വിരുദ്ധ സേനയും തണ്ടർബോൾട്ടും എല്ലാം നടത്തുന്ന പരിശോധനകൾ കൊണ്ടും അവരുടെ നീക്കങ്ങൾ കൊണ്ടും കഴിഞ്ഞിരുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ ഇവരിലേക്ക് ധനം എത്തിക്കുന്ന വഴികൾ അതുകൂടി പൂർണ്ണമായി അടക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നഗര കേന്ദ്രീകൃതമായിട്ട് പ്രവർത്തിക്കുന്ന ഒളിയിടങ്ങളിൽ കൃത്യമായിട്ട് തന്നെ ഇവർ ഇരുന്നു കൊണ്ട് പ്രവർത്തിക്കുന്നവർക്കും ഇവർക്ക് സഹായം നൽകാൻ ശ്രമിക്കുന്നവരിലേക്കും അന്വേഷണം നീങ്ങുകയും ചെയ്യുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടായിരുന്നു എറണാകുളത്തു നിന്നും ഷൊർണൂരിൽ നിന്നുമായി 2 അറസ്റ്റുകൾ ഇക്കാര്യങ്ങളിൽ ഉണ്ടാകുന്നത്. അതിനുശേഷമുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ NIA നടത്തിയിരിക്കുന്നത്. ഈ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. മാവോയിസ്റ്റ് നേതാവ് മുരളി കണ്ണമ്പിള്ളിയുടെ വീട്ടിൽ NIA റെയ്ഡ് തുടരുകയാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഡാനി, ഒന്ന് തുടരണം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി, അതിന്റെ വിവരങ്ങൾ കൂടി വേണം. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരായ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് VG അരുണിന്റെ ബെഞ്ചാണ് വിധി പറയുക. ഹർജിക്കാരന് വിവരാവകാശ കമ്മീഷന്റെ വാദങ്ങളിൽ മറുപടി നൽകാൻ സമയം വേണമെന്ന ആവശ്യം കോടതി അനുവദിച്ചിരുന്നു. ഡാനി, ഈ വിഷയത്തിൽ ഏറെ ചർച്ചകൾ നടന്ന കാര്യമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരുന്നതിനെതിരെ സമർപ്പിച്ച ഹർജിയിലാണ് ഇന്ന് വിധി പറയുന്നത്. എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? എന്തൊക്കെയാണ് അയാളുടെ ആവശ്യം? ഇതിൽ കൃത്യമായി ഇയാൾ ആവശ്യപ്പെടുന്നത് റിപ്പോർട്ട് പുറത്തു വിടരുത് എന്ന് തന്നെയാണ്. ഇത് പലരുടെയും, പ്രത്യേകിച്ച് തന്നെയും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിന് സ്വകാര്യ ജീവിതത്തെ, വ്യക്തി ജീവിതത്തെ ബാധിക്കുന്ന പല വിവരങ്ങളും മറ്റു പലരുടെയും സ്വകാര്യതയെ മാനിക്കുന്ന വിഷയങ്ങളും എല്ലാം അടങ്ങുന്നതാണ് ഇത്തരം കാര്യങ്ങളെന്ന് പറയുകയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ തന്നെയും ഇത് സംബന്ധിയായ കാര്യങ്ങൾ, ചില വിഷയങ്ങൾ പൂർണ്ണമായും പരസ്യപ്പെടുത്തുന്നതിൽ നിന്ന് ഒഴിവാകേണ്ടതുണ്ട് എന്ന രീതിയിലടക്കം കാര്യങ്ങൾ പോയിരുന്നു. അപ്പോഴും അതിനെതിരെ ഒരു വിമർശനം ഉയരുന്നു. അപ്പോൾ കൃത്യമായ വിവരങ്ങളില്ലാതെയാണോ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നത് എന്നതടക്കമുള്ള ചോദ്യങ്ങളും പല ഭാഗത്തു നിന്ന് ഉയർന്നിരുന്നു. ഇതിനിടയിലാണ് അയാൾ സജി പാർക്കൽ ഹൈക്കോടതിയിലേക്ക് എത്തുന്നത്. ഇത്തരം വിവരങ്ങൾ പുറത്തുവിടരുത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വരുന്നത്. ഇതിൽ വിവരാവകാശ കമ്മീഷൻ കൃത്യമായൊരു മറുപടി നൽകുകയുണ്ടായി. കാരണം ഇപ്പോൾ വന്നിരിക്കുന്ന ഹർജിക്കാരൻ ഈ കമ്മീഷന് മുൻപിലേക്ക് എത്തിയ ഒരാളല്ല. ഇയാൾ ഇതിൽ മൊഴി നൽകുകയോ മറ്റു കാര്യങ്ങളോ ഒരു കക്ഷിയെ പോലും അല്ലാത്ത ഒരാളാണ് ഈ രീതിയിലൊരു തടസ്സവാദം ഉന്നയിക്കുന്നത്. ഇങ്ങനെ ഇത്തരം ഒരു റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിക്കുന്നത്. പക്ഷേ അത് കണക്കിലെടുക്കാൻ കഴിയുകയില്ല. ഇത് പൂർണ്ണമായ രീതിയിൽ തന്നെ ഇത് വിവരങ്ങൾ പുറത്തുവിടേണ്ടതുണ്ട് എന്ന നിലപാടിൽ തന്നെയാണ് വിവരാവകാശ കമ്മീഷൻ അത്തരം കാര്യങ്ങളിൽ മറുപടി നൽകിയത്. നേരത്തെ സജി പാർക്കൽ അതിൽ ഉന്നയിച്ച തടസ്സവാദങ്ങളിൽ മറുപടി നൽകാൻ, അല്ലെങ്കിൽ വിവരാവകാശ കമ്മീഷൻ പറയുന്ന കാര്യങ്ങളിൽ പരസ്പരം മറുപടി നൽകാനുള്ള അവസരങ്ങൾ ഹൈക്കോടതി കൊടുത്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അതൊരു വിധിയിലേക്കടക്കം കടക്കുന്നത്. സജി പാർക്കലിൻ്റെ ഒരു വാദം, ഇതിൽ ഒരു നിലപാട് ഇത് പുറത്തുവിടേണ്ടതാണ്, ഇതിൽ പൊതു താല്പര്യം എന്താണ് എന്ന്
വിവരാവകാശ കമ്മീഷൻ അടക്കം വ്യക്തമാക്കേണ്ട പൊതുതാൽപര്യത്തിൻ്റെ പേരിൽ ഇത് പുറത്തുവിടുന്നുവെങ്കിൽ എന്താണ് അതിലെ പൊതുതാൽപര്യമെന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് എന്ന ഈ വാദങ്ങൾക്കിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതിയിൽ ഇയാൾ ബോധിപ്പിക്കുകയുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത വേണം. എന്താണ് ഇതിൽ സംബന്ധിച്ചുള്ള ഒരു പൊതു താല്പര്യം എന്താണ് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. ഇതിൽ മുഴുവനായും വ്യക്തി കേന്ദ്രീകൃതമായ വിവരങ്ങളും അടക്കമുള്ള കാര്യങ്ങളുമാണുള്ളത്. അപ്പോൾ അത് പുറത്തുവിടുന്നത് തീർച്ചയായും പലരുടെയും തന്നെ ജീവിതങ്ങളെ ബാധിക്കുന്നതാണ് എന്നതടക്കമുള്ള വാദങ്ങളാണ് ഇയാൾ ഉയർത്തിയത്. പക്ഷേ നമുക്കറിയാം ഹെമ കമ്മീഷൻ റിപ്പോർട്ട് ഈ മേഖലയിൽ സിനിമാ മേഖലയിൽ സ്ത്രീകൾ അടക്കമുള്ള സ്ത്രീകൾക്ക് വലിയ രീതിയിലുള്ള വിഷയങ്ങൾ അവർക്കെതിരായി ഉണ്ടാകുമ്പോൾ ഇത് സംബന്ധിച്ച് കൃത്യമായി പഠിച്ച റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശിക്കപ്പെട്ടത്. ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് നാളുകളെ ഏറെയായെങ്കിലും ഇത് സംബന്ധിച്ച ഒരു നടപടിയിലേക്കോ അല്ലെങ്കിൽ റിപ്പോർട്ട് പുറത്തുവിടുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കോ ആരും തന്നെ സർക്കാർ അടക്കം മുൻകൈ എടുക്കാതെ പോകുന്നൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു വിവരാവകാശം വഴി ഇത് പലരും ഇത് പുറത്തുവിടണമെന്നൊരു ആവശ്യവുമായിട്ട് എത്തുന്നത്. ഇതിലാണ് ഇപ്പോൾ തടസ്സവാദങ്ങൾ അടക്കം ഉന്നയിക്കുകയും ചെയ്യുന്നത്. ഇന്ന് ഏതായാലും ഹൈക്കോടതി അരുണിൻ്റെ ബെഞ്ച് ഇത് സംബന്ധിച്ചുള്ള വിധി ഇന്ന് ഉണ്ടാകും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഇത് വിധി ഉണ്ടാകുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ഡാനി പോളാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇടവേള. പുഴയുടെ ഒഴുക്കും അതുപോലെ തന്നെ അടിയൊഴുക്കും ഒപ്പം ഈ പുഴയുടെ നിലവിലെ ഒരു സാഹചര്യം അവർ വിലയിരുത്തി. എന്തായാലും അവരുടെ റിപ്പോർട്ട് അനുകൂലമെന്നാണ് നമുക്ക് ലഭിക്കുന്ന അനൌദ്യോഗികമായ വിവരം. ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം ഇനി വരാനുള്ളതേ ഉള്ളൂ. ദൗത്യം തുടങ്ങുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഞങ്ങൾ അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ പ്രതീക്ഷ ഇതുവരെ കൈവിടുന്നില്ല. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് കരുതുന്നു. എന്തായാലും നാളെ ഞങ്ങൾ അവിടെ എത്തുന്നുണ്ട്. ഇന്നിപ്പോ റെയിൽവേ സ്റ്റേഷനാണുള്ളത്. നാളെ ആകുമ്പോൾ അവിടെ എത്തിയിട്ട് ഞങ്ങൾ കളക്ടറെല്ലാം കാണും, പറ്റുമെങ്കിൽ MLA യും കാണും. ഞങ്ങൾ കാര്യങ്ങളെല്ലാം പറയും. ജിതിൻ, എന്തായാലും നിങ്ങൾ ഷിരൂരിലേക്ക് പോകാൻ തീരുമാനിച്ചു അല്ലെ? അർജുന്റെ കുടുംബം എന്തായാലും ഷിരൂരിലെത്തും. എത്തും. അതായത് നാളെ ഒന്നും ഇനി ഒരു തിരച്ചിൽ പുനരാരംഭിച്ചിട്ടില്ലെങ്കിൽ കുടുംബം തീർച്ചയായിട്ടും എല്ലാവരും വരും തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ആരൊക്കെയാണ് ഷിരൂരിലേക്ക് പോകുന്നത്? അതായത് തിരച്ചിൽ നാളെ മുതൽ തുടങ്ങിയിട്ടില്ലെങ്കിൽ, നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് തിരച്ചിൽ ഇനി പുനരാരംഭിച്ചില്ലെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾ കുടുംബം എല്ലാവരും, അർജുന്റെ ഭാര്യ ഉണ്ടാവും, അച്ഛൻ, അമ്മ, മകൻ, സഹോദരങ്ങൾ എല്ലാവരും ഉണ്ടാവും. ഇപ്പോൾ ജിതിൻ എവിടെയുള്ളത്? ഇപ്പോൾ ഞാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ്. അങ്ങോട്ട് പോകാൻ. അതായത് ഇപ്പോൾ ജിതിൻ മാത്രമാണ് അങ്ങോട്ട് പോകുന്നത്, തെരച്ചിൽ ഇല്ലെങ്കിൽ മാത്രമാണ് മറ്റെല്ലാവരും വരിക അല്ലേ? അതെ, ഇപ്പൊ ഞാനും അർജുന്റെ അനിയനുണ്ട്, പിന്നെ വേറൊരു കസിൻ ഉണ്ടാവും, പിന്നെ മനാഫ് ഓൾറെഡി അവിടെ ഉണ്ട്, വണ്ടി ഓണർ. ജിതിൻ, ഈ തെരച്ചിൽ പുനരാരംഭിച്ചില്ലെങ്കിൽ അർജുന്റെ ഭാര്യ അടക്കം പ്രതിഷേധിക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില വാർത്തകളൊക്കെ വന്നിരുന്നു. ആ ഒരു നീക്കത്തിലേക്ക് കൂടിയാണോ? അങ്ങനെ ഒരു പ്രതിഷേധം കൂടെ നിങ്ങളുടെ മനസ്സിലുണ്ടോ? അതെ, ഞങ്ങളെ പ്രതിഷേധം ഞങ്ങൾ കളക്ടറെ അറിയിക്കും. കളക്ടർ ആയാലും MLA ആയാലും ഞങ്ങൾ അവിടുത്തെ ഭരണകൂടത്തെ ഞങ്ങൾ അറിയിക്കും. അർജുനായുള്ള തിരച്ചിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പുനരാരംഭിക്കുന്ന എന്ന സൂചന തന്നെയാണ് നമുക്ക് ശിരൂരിൽ നിന്നും ലഭിക്കുന്നത്. ഇതിന് മുന്നോടിയായാണ് നാവികസേനാംഗങ്ങൾ ഇത്തരത്തിൽ തിരച്ചിൽ നടത്തിയത്. പ്രധാനമായും ഈ പുഴയുടെ അടിയൊഴുക്ക്, ഗംഗാവലി പുഴയുടെ അടിയൊഴുക്കാണ് അവർ പരിശോധിച്ചത്. എന്തായാലും ഇപ്പോൾ അനുകൂല സാഹചര്യമാണ് ഈ തെരച്ചിലിനെന്ന ഒരു വിവരം നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. നാവികസേന ഔദ്യോഗികമായി അത് വ്യക്തമാക്കിയില്ലെങ്കിലും അത്തരത്തിൽ ഒരു വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും നാളെ തിരച്ചിൽ ആരംഭിച്ചേക്കാം എന്ന ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതിനിടയിൽ തന്നെ ജിതിൻ ഇത്തരത്തിൽ കുടുംബം ആവശ്യപ്പെട്ടിട്ടുള്ളത് തിരച്ചിൽ ഉടൻ പുനരാരംഭിക്കണം, അതല്ലെങ്കിൽ അർജുന്റെ ഭാര്യ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ ശിരൂരിലെത്തി പ്രതിഷേധിക്കും എന്ന ഉൾപ്പെടെ അവർ പറഞ്ഞിട്ടുണ്ട്. കാരണം വളരെ അനുകൂലമായ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കാലാവസ്ഥ അത്തരത്തിൽ വലിയ മഴയൊന്നും കഴിഞ്ഞ ഒരാഴ്ചയില്ല. പുഴയിൽ ആലപ്പുഴ പൂച്ചാക്കലിൽ നവജാത ശിശുവിന്റെ മൃതദേഹം രഹസ്യമായി മറവ് ചെയ്ത കേസിൽ കുഞ്ഞിനെ ആൺസുഹൃത്തിന് കൈമാറിയത് പ്രസവം നടന്ന 24 മണിക്കൂറിന് ശേഷം. കുട്ടിയെ കൈമാറുമ്പോൾ കുട്ടിക്ക് ജീവൻ ഉണ്ടായിരുന്നില്ലെന്ന് പോലീസ്. എന്നാൽ കുട്ടി ജനിച്ചയുടൻ കരഞ്ഞിരുന്നുവെന്ന് സോന ഡോക്ടറോട് സമ്മതിച്ചിരുന്നു. ഇക്കാര്യം ഡോക്ടർ പോലീസിനോട് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കേസിലെ നിർണായക മൊഴിയാണിത്. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ഗുഡ് മോർണിംഗ്. ഈ വിഷയം വലിയ രീതിയിൽ കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? ഇത്തരത്തിൽ കുഞ്ഞിനെ കൊന്ന ശേഷമാണോ അല്ലെങ്കിൽ കുഞ്ഞിന് ജനിച്ചപ്പോൾ ജീവൻ ഉണ്ടായിരുന്നു എന്നതൊക്കെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അവസാന വാക്കെന്ന് പറയുന്നത് ഈ യുവതിയുടേതാണ്. എന്താണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ കേസുമായി ബന്ധപ്പെട്ട്?
അശ്വതി, ഒരുപാട് ദുരൂഹതകളുള്ള ഒരു കേസാണ് ഈ പൂച്ചാക്കലെ കുട്ടിയുടെ മൃതദേഹം, അതായത് നവജാത ശിശുവിന്റെ മൃതദേഹം രഹസ്യമായി മറവ് ചെയ്ത സംഭവം. ഈ കേസിൽ അറസ്റ്റിലാകപ്പെട്ടവർ 3 പേരാണ്. ഒന്ന് ഈ നവജാത ശിശുവിന്റെ അമ്മ സോന, ഒപ്പം തന്നെ ഈ കുട്ടിയുടെ ഈ സോനയുടെ ആൺ സുഹൃത്ത് എന്ന് പറയുന്ന കുട്ടിയുടെ മൃതദേഹം മറവ് ചെയ്യാനായി സഹായിച്ച തോമസ്, ഒപ്പം തന്നെ തോമസിന്റെ സുഹൃത്ത് അശോക്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ തോമസ് ആദ്യഘട്ടം മുതൽ തന്നെ പോലീസ് പിടിച്ച ആദ്യഘട്ടം മുതൽ തന്നെ പറയുന്നത് കുട്ടി മരിച്ച നിലയിലാണ് തന്റെ കയ്യിൽ ലഭ്യമായിരുന്നത്. മാത്രമല്ല തനിക്ക് അതിനെക്കുറിച്ച്, അതായത് ഇത്തരത്തിൽ മറവ് ചെയ്യുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിന്റെ നിയമ കാര്യങ്ങളെ കുറിച്ചോ കൃത്യമായൊരു ധാരണ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പോലീസ് ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലൊക്കെയും പോലീസിന് അക്കാര്യങ്ങൾ ഏറെക്കുറെ അവർക്ക് അത് മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഈ തോമസിനെ, ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖം, ഈ മരണത്തിൽ വളരെ ദുഃഖമുണ്ടായിരുന്നു. ഒപ്പം തന്നെ കുട്ടിയെ മറവ് ചെയ്ത സ്ഥലത്ത് എല്ലാ ദിവസവും, അതായത് ഈ പോലീസ് അറസ്റ്റ് ചെയ്ത ഘട്ടത്തിൽ തകഴിയിലെ സുഹൃത്തിന്റെ വീട്ടിലായിരുന്നു തോമസ് ഉണ്ടായിരുന്നത്. ഈ തകഴിയിലെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നത് തന്നെ ഈ കുട്ടിയുടെ മൃതദേഹം കൊണ്ടുവന്ന് മറവ് ചെയ്ത സ്ഥലത്ത് എല്ലാ ദിവസവും പോവുകയും കൊല്ലനോടി പാടശേഖരത്തിന്റെ ആ വരമ്പിൽ പോയി എല്ലാ ദിവസവും അവിടെ നിൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അത്തരത്തിൽ വികാരാധീനായ ഒരു ആളായിട്ടാണ് തോമസ് ചോദ്യം ചെയ്യൽ ഘട്ടത്തിലുമൊക്കെ പോലീസ് കണ്ടത്, ഈ കുട്ടിയുടെ മൃതദേഹം എടുക്കുന്ന ഘട്ടത്തിലുമൊക്കെ. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിന്റെ രഹസ്യങ്ങളെല്ലാം അറിയാവുന്നത് ആ പെൺകുട്ടിക്ക്, ആ യുവതിക്ക് തന്നെയാണ്. അവർ ആണ് ഇക്കാര്യങ്ങൾ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തേണ്ടത്. ഇന്നലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം വന്നിട്ടുള്ള വിവരം എന്ന് പറയുന്നത് കുട്ടിയുടെ ശരീരം പൂർണ്ണമായും ജീർണാവസ്ഥയിലായിരുന്നു എന്നുള്ളതാണ്. അതിലാണ് ഏറ്റവും നിർണായകമായ ഒരു വിവരം നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അതായത് അന്വേഷണ സംഘം കണ്ടെത്തിയത് പ്രസവം നടക്കുന്നത് 7-ാം തീയതി പുലർച്ചെ 1:30-ക്കാണ്. ആ 1:30-ക്ക് പ്രസവം നടക്കുന്നുണ്ടെങ്കിൽ കുട്ടിയെ കൈമാറുന്നത് പിറ്റേ ദിവസം 8-ാം തീയതി പുലർച്ചെയാണ് എന്നുള്ള നിർണായകമായ വിവരമാണ്. അതായത് ഒരു ദിവസത്തിന് ശേഷമാണ് കുട്ടിയെ കൈമാറിയത്, സോന കൈമാറിയത് തോമസിന് എന്നുള്ളതാണ്. അതായത് തോമസിന്റെ കയ്യിലേക്ക് കുട്ടിയെ കിട്ടുമ്പോൾ കുട്ടിക്ക് തോമസിനെ അറിയിച്ചതുപോലെ തന്നെ കുട്ടി മരണപ്പെട്ടിരുന്നു എന്നുള്ള വിവരം തന്നെയാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കുട്ടിയെ കൈമാറുന്നതിന് മുമ്പുള്ള മണിക്കൂറുകൾ കുട്ടിയെ എവിടെ സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ പ്രസവശേഷം ഈ പൊക്കിൾക്കൊടി അടക്കം മുറിച്ചിരിക്കുന്നത് സർജിക്കൽ ബ്ലേഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചാണ് അത് ചെയ്തിരിക്കുന്നത്. ഫോറൻസിക് പഠന ബിരുദധാരിയാണ് ഈ സോന. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പ്രിപ്പറേഷൻ, അതായത് ഈ കുട്ടിയുടെ ഈ പ്രസവം എന്നുള്ളത് ഇന്നലെ പോസ്റ്റ്മോർട്ടത്തിൽ ഡോക്ടർ പറഞ്ഞത് പൂർണ്ണ വളർച്ചയെത്തിയ കുട്ടിയായിരുന്നു പ്രസവിച്ചത് എന്നുള്ളതാണ് ഡോക്ടർ ഫോറൻസിക് വിഭാഗം അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല ഈ സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചാണ് ഈ പൊക്കിൾക്കൊടി മുറിച്ചിട്ടുള്ളത്. പക്ഷേ അങ്ങനെ മുറിച്ചിട്ടുള്ള ഒരാൾ ആ പൊക്കിൾക്കൊടി ടേപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് രക്തം വാർന്നു പോകാത്ത രീതിയിൽ എന്തെങ്കിലും നടപടിയെടുക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ പ്രസവത്തിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് സോനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൃത്യമാണ്. മാത്രമല്ല ഈ കുട്ടിയെ സൂക്ഷിച്ചിരുന്നു, അതാണ് ഏറ്റവും നിർണായകവും ദുഃഖകരവുമായ കാര്യം. അതായത് ഈ കുട്ടിയെ പ്രസവശേഷം സൂക്ഷിച്ചിരുന്നത് ആദ്യം ടെറസിന്റെ സൺഷെയ്ഡിൽ, അത് കഴിഞ്ഞുള്ള മണിക്കൂറുകൾ, അതായത് ആ കുട്ടി ആ ടെറസിന്റെ കവറിൽ ടെറസിന്റെ മുകളിലായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം സൺഷെയ്ഡിൽ നിന്നും കുട്ടിയെ എടുത്ത സ്റ്റെയർ കേസിന്റെ അടിയിൽ തോമസ് വരുന്നത് വരെ സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു വിധത്തിലും ആ കുഞ്ഞിനെ കരുതുന്ന രീതിയിലോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഏറ്റവും നിർണായകമായ മൊഴിയാണ് അത്. ഈ സോന ഈ ആശുപത്രിയിൽ ചികിത്സ തേടിയ ഘട്ടത്തിൽ അവിടുത്തെ എറണാകുളം സ്വകാര്യ ആശുപത്രിയിലെ ഗൈനക്കോളജി ഡോക്ടറോട് വെളിപ്പെടുത്തിയ കാര്യമാണ്. കുട്ടി എവിടെ എന്നുള്ള ചോദ്യത്തിന് ആദ്യം കുട്ടി മരിച്ചുപോയി, കുട്ടി അമ്മ തൊട്ടിൽ ഉപേക്ഷിച്ചു എന്ന് പറയുന്നു. പിന്നീട് അവരുടെ ചോദ്യം ചെയ്യൽ കുട്ടി മരിച്ചുപോയി എന്ന് പറയുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സോന പറഞ്ഞ ഒരു വരിയാണ്. അതായത് കുട്ടി പ്രസവശേഷം കുട്ടി കരഞ്ഞിരുന്നു എന്നുള്ള മൊഴി ഡോക്ടറോട് പങ്കുവച്ചിട്ടുണ്ട്. അത് ഈ കേസിൽ ഏറ്റവും നിർണായകമായ മൊഴിയാണ്. കാരണം ഈ കുട്ടി ജീവനോടെ ഉണ്ടായിരുന്നുവെന്ന് അമ്മ തന്നെയാണ് ഡോക്ടറോട് പറഞ്ഞിരിക്കുന്നത്. ആ മൊഴി ഈ കേസിൽ, കാരണം നമുക്കറിയാം മറ്റു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഫോറൻസിക് വിഭാഗത്തിന്റെ പോസ്റ്റ്മോർട്ടത്തിലേക്ക് ഈ കുട്ടിയെ എത്തുമ്പോൾ ഈ ടെറസിന്റെ മുകളിലും ഒക്കെ വെച്ചിരുന്ന കുഞ്ഞായിരുന്നതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ജീർണാവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് ആ രീതിയിൽ ഫോറൻസിക് വിഭാഗത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ പൂർണ്ണ വളർച്ച നേടിയ കുട്ടിയായിരുന്നു അത് എന്നുള്ളത് അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ കുട്ടിയെ ഈ കൈമാറുന്ന സമയത്ത് ഇത്രയധികം ഒരു സമയ വ്യത്യാസം തോമസിന് കൈമാറുന്ന സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇനി സാഹചര്യ തെളിവുകളുടെയും മറ്റ് അന്വേഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസിന് ഈ കേസിൽ മുന്നോട്ട് പോകാൻ കഴിയുക. അതിൽ ഈ മൊഴി ഡോക്ടറോട് സോന ആദ്യം സമ്മതിച്ച കുട്ടി കരഞ്ഞിരുന്നു എന്നുള്ള മൊഴി വളരെ നിർണായകമാണ്.
ആ മൊഴിയാണ് ആ വിശദാംശങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തേക്ക് വിടുന്നത്. അതിൽ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആദ്യഘട്ടം മുതൽ തന്നെ തോമസ് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് കുഞ്ഞ് മരിച്ചതിൽ തനിക്ക് അതീവ വിഷമമുണ്ട്. ആ കുട്ടിയെ അവിടെ നിന്ന് പുറത്തെടുക്കുന്ന ഘട്ടത്തിലുമൊക്കെ ആ ചെറുപ്പക്കാരൻ വലിയ തോതിൽ അവിടെ നിന്ന് കരയുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്ന് തന്റെ കയ്യിലേക്ക് മരിച്ച കുട്ടിയെയാണ് കിട്ടുന്നത്, മരണപ്പെട്ടു എന്നുള്ളത് മാത്രമേ അറിയൂ. മറവ് ചെയ്യുന്ന കാര്യത്തെ സംബന്ധിച്ച് തനിക്ക് നിയമപരമായ അതിന്റെ വശങ്ങളെ കുറിച്ച് അറിയില്ല എന്നുള്ളതാണ്. അവരൊരു സ്വകാര്യമായ ഒരു രീതിയിൽ അത് ചെയ്തു. പക്ഷെ അത് വളരെ വലിയൊരു കുറ്റമാണ്. അത്തരത്തിൽ കുട്ടിയുടെ മൃതദേഹം ആ രീതിയിൽ മറവ് ചെയ്തതിലും ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും ഒക്കെ ഇവർക്കെതിരെ കേസുണ്ട്. ഇവർ രണ്ടുപേരും, അശോക് ആണെങ്കിലും തോമസ് ആണെങ്കിലും, അവർ രണ്ടുപേരും റിമാൻഡിലാണ്. പക്ഷേ സോന ഇപ്പോഴും സ്വകാര്യ ആശുപത്രിയിൽ അണുബാധയെ തുടർന്ന് ചികിത്സയിലാണ്. സോനയെ ഇതുവരെ വിശദമായി ചോദ്യം ചെയ്യാനായിട്ട് പോലീസിന് കഴിഞ്ഞിട്ടില്ല. അത്തരത്തിൽ വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് ഉടൻ തന്നെ പോലീസ് പോകുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അത്തരത്തിൽ വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ സോന പറഞ്ഞ ഈ നിർണായക മൊഴി അതുതന്നെയാണ് കേസിൽ ഏറ്റവും പ്രധാനം. ഈ കൊലപാതകം നടന്നിട്ടുണ്ടോ എന്നുള്ളതാണല്ലോ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുള്ള ഒരു മൊഴിയാണ്, അല്ലെങ്കിൽ അത് സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള മൊഴിയാണ് ഈ സോന ഡോക്ടറോട് പറഞ്ഞിരിക്കുന്നത്. കുഞ്ഞ് കരഞ്ഞു എന്ന് പറയാം. അപ്പോൾ കുഞ്ഞിന് ജനിച്ചപ്പോൾ ജീവൻ ഉണ്ടായിരുന്നു, മരിച്ചല്ല കുഞ്ഞിനെ ലഭിച്ചത് കയ്യിലേക്ക്. അതിനുശേഷം എന്താണ് സംഭവിച്ചത്, അതാണ് ഇനി അറിയേണ്ടത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇപ്പോഴും പോലീസ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് കേസിന് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും ഒപ്പം തന്നെ മൃതദേഹം അറിയിക്കാതെ രഹസ്യമായി മറവ് ചെയ്തതിനുമാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഈ കേസിൽ ഇങ്ങനെ ഒരു നിർണായക മൊഴി ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ആദ്യഘട്ടത്തിൽ സോന ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന രക്തസ്രാവവും അണുബാധയുമായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന ഘട്ടത്തിൽ ഡോക്ടറോട് ഈ കുട്ടി കരഞ്ഞിരുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘവും കരുതുന്നത് പ്രസവ സമയത്ത് കുട്ടിക്ക് ജീവൻ ഉണ്ടായിരുന്നു എന്നുള്ള കണക്കുകൂട്ടൽ തന്നെയാണ് അന്വേഷണ സംഘവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഏറ്റവും ഈ കേസിനകത്ത് ഈ തോമസിനെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്ന് പോലീസ് മനസ്സിലാക്കുന്നത് തോമസിന് ഈ ഗർഭാവസ്ഥയെ കുറിച്ച് അറിവുണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പ്രസവ ശേഷം അതായത് ഈ സോനയും അക്കാര്യം പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. താൻ ഗർഭിണിയായിരുന്നു എന്നുള്ള വിവരം തോമസിന് അറിവുണ്ടായിരുന്നില്ല, അത് ആൺ സുഹൃത്തായ തോമസിന് അറിവുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം സോനയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ഒരേ മൊഴി തന്നെയാണ് പോലീസ് നൽകിയിട്ടുള്ളത്. ഈ പ്രസവ ശേഷം മാത്രമാണ് സോന വിളിച്ച് തോമസിനെ അറിയിക്കുന്നത് താൻ ഇങ്ങനെ പ്രസവിച്ചു, അത് ഇത്തരത്തിൽ ആണ് തോമസിന് ആ കുട്ടി ആൺസുഹൃത്തായ താൻ തന്റെ പ്രസവം കഴിഞ്ഞു എന്നുള്ള കാര്യം പറഞ്ഞു. ആ സമയത്ത് മാത്രമാണ് ഈ സംഭവം തോമസ് അറിയുന്നത് എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ്, ആ ഒരു കണക്കുകൂട്ടൽ തന്നെയാണ് അന്വേഷണ സംഘം പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഇത് മറച്ചു വെച്ചത്, അതായത് ഈ ഗർഭാവസ്ഥയെ സംബന്ധിച്ച്, കാരണം തോമസും സോനയും ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറെടുത്തിരുന്ന ആളുകളാണ്. അവരുടെ കുടുംബങ്ങൾക്കടക്കം ഈ ബന്ധമറിയാം. വിവാഹിതരാകുന്നതിന് യാതൊരു പ്രശ്നവുമില്ലായിരുന്നൊരു ഇടമാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു രഹസ്യ സ്വഭാവം ഇതിനെ സൂക്ഷിച്ചിരുന്നത് എന്നുള്ളതാണ്. എന്തായാലും കുട്ടിയുടെ DNA പരിശോധന അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഈ പോലീസ് അത്തരം പ്രൊസീജിയറുമായിട്ടും ഒക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. എങ്കിൽ പോലും ഇതിനകത്ത് ഈ ദുരൂഹമായ കുറെ രഹസ്യങ്ങൾ ഈ കുട്ടി സൂക്ഷിച്ചിരുന്നു, ഈ യുവതി സൂക്ഷിച്ചിരുന്നു എന്നുള്ള 22 വയസ്സാണുള്ളത്, ഈ യുവതി സൂക്ഷിച്ചിരുന്നു എന്നുള്ള കാര്യത്തിനകത്ത് സംശയമില്ല. കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് പോലീസിന് കടക്കേണ്ടതുണ്ട്. ഈ 2-3 സാധ്യതകൾ അതിനകത്തുണ്ട്. അതായത് ഈ കുട്ടിയുടെ പ്ലാസന്റ മുറിച്ച സമയത്ത് പോലും പൊക്കിൾക്കൊടി മുറിക്കുക, പ്ലാസിന്റെ പൊക്കിൾക്കൊടി മുറിക്കുന്ന സമയത്ത് പോലും അത് മുറിച്ചതല്ലാതെ അത്തരത്തിൽ ഒരു ബ്ലീഡിംഗ് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ തന്നെയാണ് കുട്ടിയെ കിട്ടുമ്പോൾ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. പൊക്കിൾക്കൊടി ടേപ്പ് ചെയ്യുകയോ അത്തരം കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. മാത്രമല്ല ഈ കുട്ടി നമുക്കറിയാമല്ലോ, ഒരു നവജാത ശിശു ജനിച്ചാൽ തന്നെ അതിന് കൊടുക്കേണ്ട പ്രാഥമികമായ കുറെ കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് പോലീസിന്റെ വിലയിരുത്തൽ ഉള്ളത്. ഒപ്പം തന്നെ ഈ രീതിയിൽ, അതായത് കുട്ടിയെ മറ്റൊരു രീതിയിൽ ഏറ്റവും ക്രൂരമായി നമുക്ക് തോന്നിയത് കുഞ്ഞിനെ ടെറസിന്റെ സൺഷെയ്ഡിൽ കുഞ്ഞിനെ കവറിൽ സൂക്ഷിച്ചിരുന്നു. പിന്നീട് സ്റ്റെയർ കേസിന്റെ അടിയിലേക്ക് കൊണ്ടുവച്ചു. ഒരു ദിവസം മുഴുവൻ ആ കുട്ടി അങ്ങനെയായിരുന്നു. മൃതദേഹമാണോ അതോ ജീവനോടെ ഉണ്ടായിരുന്ന കുട്ടിയാണോ നമുക്കറിയില്ല. പക്ഷേ കുഞ്ഞു കരഞ്ഞിരുന്നു എന്നുള്ളൊരു നിർണായകമായ മൊഴി ഈ യുവതിയുടെ ഭാഗത്ത് നിന്ന് ഡോക്ടറോട് ഉണ്ടായിട്ടുണ്ട്. അശ്വതി. ശരി, ശരണ്യ സ്നേഹജനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. കാട്ടാക്കട CPM പാർട്ടി ഓഫീസിൽ ആക്രമണം. രാത്രി 9:30യോടെയായിരുന്നു സംഭവം. ഇരുചക്ര വാഹനങ്ങളിലെത്തിയ 20ഓളം പേരാണ് പാർട്ടി ഓഫീസിലേക്ക് അക്രമം നടത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട 4 പേരെ കാട്ടാക്കട പോലീസ് പിടികൂടി. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ് അക്രമം നടത്തിയതെന്നാണ് സൂചന. അക്രമം നടത്തിയത് SDPI പ്രവർത്തകരാണെന്ന് CPM
നേതൃത്വം ആരോപിച്ചു. പാർട്ടി ഓഫീസിലെത്തിയ അക്രമികൾ ക്യാരംസ് കളിച്ചുകൊണ്ടിരുന്ന പ്രവർത്തകരെ ആക്രമിക്കുകയും പ്രദേശങ്ങളും കസേരകളും തല്ലിത്തകർക്കുകയും ചെയ്തു. മാധ്യമങ്ങൾക്കെതിരെ അപകീർത്തി കേസെടുക്കുമ്പോൾ ജാഗ്രത വേണമെന്ന് ഹൈക്കോടതി. മതിയായ വസ്തുതകൾ ഉണ്ടെന്ന് വിചാരണ കോടതികൾ ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യവും അറിയാനുള്ള ജനങ്ങളുടെ അവകാശവും ഹനിക്കും. മാധ്യമ സ്വാതന്ത്ര്യത്തിനുള്ള പ്രതിബന്ധം ജനാധിപത്യത്തിലേക്കല്ല, ജനക്കൂട്ടത്തിന്റെ ആധിപത്യത്തിലേക്കാണ് നയിക്കുക. ജസ്റ്റിസ് ബദറുദ്ദീന്റേതാണ് ഉത്തരവ്. വാർത്ത നൽകാനുള്ള മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യവും വാർത്തകൾ അറിയാനുള്ള ജനങ്ങളുടെ അവകാശവും ജനാധിപത്യ രാജ്യത്ത് കൈകോർത്തു പോകേണ്ടതാണെന്നും കോടതി പറഞ്ഞു. തൃശൂരിലെ പാഞ്ഞാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ റാഗിംഗിൽ വിദ്യാർത്ഥികൾക്ക് ക്രൂരമർദ്ദനം. 5 വിദ്യാർത്ഥികൾ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. +2 വിദ്യാർത്ഥികൾ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് +1 വിദ്യാർത്ഥികളെ സ്ഥിരമായി മർദ്ദിക്കുന്നുവെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. ഇത്തരം സംഭവങ്ങൾ അധ്യയന വർഷം മുതലേ ഉണ്ടായിരുന്നുവെന്നും സ്കൂൾ അധികൃതർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നും രക്ഷിതാക്കളും ആരോപിച്ചു. ഇടവേള. സാഹചര്യമാണ്. ഏതെങ്കിലും തരത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴ വരുന്ന സാഹചര്യം ഉണ്ടായാൽ അത് വലിയ തോതിൽ പ്രദേശിക്ക് മേൽ മങ്ങലേൽപ്പിക്കുന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിട്ടിയ അവസരം ആ കാലാവസ്ഥ അനുകൂലമായ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ തിരച്ചിൽ എത്രയും പെട്ടെന്ന് പുനരാരംഭിക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും അത്തരത്തിലേക്കാണ് കർണാടകയും നീങ്ങുന്നതെന്ന സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ നാവികസേനയുടെ കാർവാറിൽ നിന്ന് യൂണിറ്റ് എത്തിയാണ് പരിശോധന നടത്തിയത്. പുഴയുടെ ഒഴുക്കും അതുപോലെ തന്നെ അടിയൊഴുക്കും ഒപ്പം ഈ പുഴയുടെ നിലവിലെ ഒരു സാഹചര്യം അവർ വിലയിരുത്തി. എന്തായാലും അവരുടെ റിപ്പോർട്ട് അനുകൂലമെന്നാണ് നമുക്ക് ലഭിക്കുന്ന അനൌദ്യോഗികമായ വിവരം. ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം ഇനി വരാനുള്ളതേ ഉള്ളൂ. ദൗത്യം തുടങ്ങുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഞങ്ങൾ അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ പ്രതീക്ഷ ഇതുവരെ കൈവിടുന്നില്ല. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് കരുതുന്നു. എന്തായാലും നാളെ ഞങ്ങൾ അവിടെ എത്തുന്നുണ്ട്. ഇന്നിപ്പോ റെയിൽവേ സ്റ്റേഷനാണുള്ളത്. നാളെ ആകുമ്പോൾ അവിടെ എത്തിയിട്ട് ഞങ്ങൾ കളക്ടറെ എല്ലാം കാണും, പറ്റുമെങ്കിൽ MLA-യും കാണും. ഞങ്ങൾ കാര്യങ്ങളെല്ലാം പറയും. ജിതിൻ, എന്തായാലും നിങ്ങൾ ഷിരൂരിലേക്ക് പോകാൻ തീരുമാനിച്ചു അല്ലെ? അർജുന്റെ കുടുംബം എന്തായാലും ഷിരൂരിലെത്തും. എത്തും. അതായത് നാളെ ഒന്നും ഇനി ഒരു തിരച്ചിൽ പുനരാരംഭിച്ചിട്ടില്ലെങ്കിൽ കുടുംബം തീർച്ചയായിട്ടും എല്ലാവരും വരും തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ആരൊക്കെയാണ് ഷിരൂരിലേക്ക് പോകുന്നത്? അതായത് തിരച്ചിൽ നാളെ മുതൽ തുടങ്ങിയിട്ടില്ലെങ്കിൽ, നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് തിരച്ചിൽ ഇനി പുനരാരംഭിച്ചില്ലെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾ കുടുംബം എല്ലാവരും, അർജുന്റെ ഭാര്യ ഉണ്ടാവും, അച്ഛൻ, അമ്മ, മകൻ, സഹോദരങ്ങൾ എല്ലാവരും ഉണ്ടാവും. ഇപ്പോൾ ജിതിൻ എവിടെയുള്ളത്? ഇപ്പോൾ ഞാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ്. അങ്ങോട്ട് പോകാൻ. അതായത് ഇപ്പോൾ ജിതിൻ മാത്രമാണ് അങ്ങോട്ട് പോകുന്നത്, തെരച്ചിൽ ഇല്ലെങ്കിൽ മാത്രമാണ് മറ്റെല്ലാവരും വരിക അല്ലെ? അതെ. ഇപ്പൊ ഞാനും അർജുന്റെ അനിയനുണ്ട്, പിന്നെ വേറൊരു കസിൻ ഉണ്ടാവും, പിന്നെ മനാഫ് ഓൾറെഡി അവിടെ ഉണ്ട്, വണ്ടി ഓണർ. ജിതിൻ, ഈ തെരച്ചിൽ പുനരാരംഭിച്ചില്ലെങ്കിൽ അർജുന്റെ ഭാര്യ അടക്കം പ്രതിഷേധിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില വാർത്തകളൊക്കെ വന്നിരുന്നു. ആ ഒരു നീക്കത്തിലേക്ക് കൂടിയാണ്, അങ്ങനെ ഒരു പ്രതിഷേധം കൂടെ നിങ്ങളുടെ മനസ്സിലുണ്ടോ? അതെ. ഞങ്ങളെ പ്രതിഷേധം ഞങ്ങൾ കളക്ടറെ അറിയിക്കും. കളക്ടർ ആയാലും MLA ആയാലും ഞങ്ങൾ അവിടുത്തെ ഭരണകൂടത്തെ ഞങ്ങൾ അറിയിക്കും. അർജുനായുള്ള തെരച്ചിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പുനരാരംഭിക്കുന്ന എന്ന സൂചന തന്നെയാണ് നമുക്ക് ശിരൂരിൽ നിന്നും ലഭിക്കുന്നത്. ഇതിന് മുന്നോടിയായാണ് നാവികസേനാംഗങ്ങൾ ഇത്തരത്തിൽ തെരച്ചിൽ നടത്തിയത്. പ്രധാനമായും ഈ പുഴയുടെ അടിയൊഴുക്ക്, ഗംഗാവലി പുഴയുടെ അടിയൊഴുക്കാണ് അവർ പരിശോധിച്ചത്. എന്തായാലും ഇപ്പോൾ അനുകൂല സാഹചര്യമാണ് ഈ തെരച്ചിലിനെന്ന ഒരു വിവരം നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. നാവികസേന ഔദ്യോഗികമായി അത് വ്യക്തമാക്കിയില്ലെങ്കിലും അത്തരത്തിൽ ഒരു വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും നാളെ തിരച്ചിൽ ആരംഭിച്ചേക്കാം എന്ന ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതിനിടയിൽ തന്നെ ജിതിൻ ഇത്തരത്തിൽ കുടുംബം ആവശ്യപ്പെട്ടിട്ടുള്ളത് തിരച്ചിൽ ഉടൻ പുനരാരംഭിക്കണം, അതല്ലെങ്കിൽ അർജുന്റെ ഭാര്യ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ ശിരൂരിലെത്തി പ്രതിഷേധിക്കും. ഒളിമ്പിക്സ് ഗുസ്തിയിലെ അയോഗ്യതയ്ക്കെതിരെ വിനേഷ് ഫോഗട്ട് നൽകിയ അപ്പീലിൽ വിധി ഇന്ന്. പാരീസിലെ കായിക തർക്ക പരിഹാര കോടതിയാണ് വിധി പറയുക. ഫൈനലിൽ പ്രവേശിച്ചതിനാൽ വെള്ളി മെഡൽ പങ്കുവെക്കണമെന്ന് അഭ്യർത്ഥിച്ചാണ് വിനേഷ് കോടതിയെ സമീപിച്ചത്. രാകേഷ് ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും. രാകേഷ്, ഗുഡ് മോർണിംഗ്. വലിയ പ്രതീക്ഷയോടെയായിരുന്നു വിനേഷ് ഫോഗട്ട് ഫൈനലിലേക്ക് എത്തിയപ്പോൾ ഇന്ത്യ, എന്നാൽ അത് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി. അവസാന മത്സരം തുടങ്ങുന്നതിന് മുമ്പുള്ള ഭാരപരിശോധനയിലായിരുന്നു 100 ഗ്രാം അധികമാണ് എന്ന കണ്ടെത്തലുണ്ടാവുകയും അയോഗ്യയാവുകയും ചെയ്തത്. ഇന്നിപ്പോൾ എന്താണ് പ്രതീക്ഷ കോടതിയിലേക്ക് കേസ് വരുമ്പോൾ?
അശ്വതി, ഗുഡ് മോർണിംഗ്. വിനേഷ് ഫോഗട്ടിന്റെ അപ്പീലിൽ ഇന്ന് ഏതായാലും വിധി ഉണ്ടാകും. പാരീസിലെ അഡ്ഹോക് ഡിവിഷൻ, അതായത് കോർട്ട് ഓഫ് ആർബിട്രേഷൻ ഫോർ സ്പോർട്സിന്റെ ആസ്ഥാനമുള്ളത് സ്വിറ്റ്സർലൻഡിനാണ്. പക്ഷേ അത് ഒളിമ്പിക്സ് കണക്കിലെടുത്തു അതിന്റെ അഡ്ഹോക് ഡിവിഷൻ പാരീസിൽ പ്രവർത്തിച്ചിരുന്നു. ആ അഡ്ഹോക് ഡിവിഷനാണ് ഏതായാലും വിധി പറയുന്നത്. നേരത്തെ 10-ാം തീയതി വിധി ഉണ്ടാകുമെന്നാണ് കോടതി തന്നെ പറഞ്ഞിരുന്നത്. കാരണം ആദ്യം ഒരു വാർത്താക്കുറിപ്പ് കോടതിയുടെ ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു. അന്ന് പറഞ്ഞിരുന്ന കാര്യം ഒളിമ്പിക്സ് തീരുന്നതിന് മുമ്പ് തന്നെ ഈ കേസിൽ തീർപ്പുണ്ടാക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം 10-ാം തീയതി പാരീസ് സമയം 6 മണിക്ക്, അതായത് ഇന്ത്യൻ സമയം രാത്രി 9:30 വിധി പ്രഖ്യാപിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. പക്ഷെ അന്ന് കോടതി കൂടുതൽ ഡോക്യുമെന്റ്സ് നൽകാനുണ്ടെങ്കിൽ നൽകൂ എന്ന് പറഞ്ഞുകൊണ്ട് വിധി പറയുന്നത് മാറ്റിവെക്കുകയായിരുന്നു. തുടർന്നാണ് ഇന്നത്തേക്ക് മാറ്റിവെച്ചത്. ഇന്ന് ഏതായാലും ഇന്ത്യൻ സമയം രാത്രി 9:30 ആണ് കോടതി ഇക്കാര്യത്തിൽ വിധി പറയുന്നത്. വിനേഷിന്റെ അപ്പീലിൽ വിനേഷ് സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം 2 ദിവസങ്ങളിലായാണ് മത്സരം നടന്നത്. ആദ്യ ദിവസം 3 മത്സരങ്ങൾ ഉണ്ടായിരുന്നു. ആ 3 മത്സരങ്ങളിൽ വിജയിച്ചാണ് ഫൈനലിലേക്ക് യോഗ്യത നേടിയത്. ഫൈനലിലെ ഭാരപരിശോധനയിലാണ്, ആ ദിവസം നടന്ന ഭാരപരിശോധനയിലാണ് 100 ഗ്രാം കൂടി എന്നതിന്റെ പേരിൽ അയോഗ്യത വരുന്നത്. അപ്പോൾ വെള്ളി മെഡലെങ്കിലും നൽകണമെന്നൊരു ആവശ്യം വിനേഷ് മുന്നോട്ട് വെച്ചിരുന്നു. കാരണം വിനേഷിന്റെ അപ്പീലിൽ 2 കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. ആദ്യം നൽകിയിരുന്ന അപ്പീലിൽ പറഞ്ഞിരുന്നത് ഫൈനൽ മത്സരത്തിൽ കളിക്കാൻ അനുവദിക്കണമെന്നൊരു ആവശ്യമായിരുന്നു. പക്ഷേ ഫൈനൽ നടന്നതുകൊണ്ട് തന്നെ രണ്ടാമതൊരു പുതുക്കിയ അപേക്ഷ നൽകിയിരുന്നു. ആ പുതുക്കിയ അപേക്ഷയിലാണ് വിനോദ് ഫോഗട്ട് ഇത്തരത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് വെള്ളി മെഡൽ പങ്കിടണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നിലവിൽ വിനേഷ് ഫോഗട്ട് സെമി ഫൈനലിൽ തോൽപ്പിച്ച ക്യൂബൻ താരമാണ് നിലവിൽ വെള്ളി മെഡൽ ജേതാവ്. അതുകൊണ്ട് തന്നെ വെള്ളി മെഡൽ ആ താരവുമായി പങ്കിടാൻ അനുവദിക്കണമെന്നൊരു ആവശ്യം കൂടി വിനേഷ് ഫോഗട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും വിനേഷിന്റെ അപ്പീലിൽ കോടതി എന്തു പറയുമെന്ന് നിർണായകമാണ്. ഏതായാലും ശക്തമായ വാദങ്ങൾ ഉന്നയിച്ചു എന്ന് തന്നെയാണ് അഭിഭാഷകർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. വിനേഷ് ഫോഗട്ടിന് വെള്ളി മെഡൽ നൽകുകയാണെങ്കിൽ അത് ഇന്ത്യയുടെ ഗുസ്തി ചരിത്രത്തിൽ, പ്രത്യേകിച്ച് വനിതാ ഗുസ്തിയിൽ വെള്ളി മെഡൽ നേടുന്ന ആദ്യ താരമായി വിനേഷ് ഫോഗട്ട് മാറും. വിനേഷ് ഫോഗട്ടിന് സ്വർണത്തിനുള്ള സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ഫൈനൽ കളിക്കാത്തത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ വെള്ളി മെഡൽ നേടുകയാണെങ്കിൽ പോലും വെള്ളി മെഡൽ നേടുന്ന ആദ്യ വനിതാ താരമായി വിനേഷ് ഫോഗട്ട് മാറും. ഒപ്പം ഇന്ത്യയുടെ മെഡൽ ടാലി 7 ഉയരുകയും ചെയ്യും. നിലവിൽ ഒരു വെള്ളിയും 5 വെങ്കലവും അടക്കം 6 മെഡലാണ് ഇന്ത്യക്കുള്ളത്. വിനേഷ് ഫോഗട്ടിന് കൂടി മെഡൽ ലഭിക്കുകയാണെങ്കിൽ അത് 7 ഉയരുകയും ചെയ്യും. ഏതായാലും രാത്രി 9:30 കോടതി വിധി പറയുന്നത്. അശ്വതി, ശരി, വിനേഷിന് അനുകൂലമായ വിധി ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് മുക്കാളി റെയിൽവേ സ്റ്റേഷൻ നിർത്തലാക്കാനുള്ള ശ്രമത്തിനെതിരെ പ്രതിഷേധമുയരുകയാണ്. ലാഭകരമല്ലാത്ത ഹോൾട്ട് സ്റ്റേഷനുകൾ എന്ന പേരിലാണ് നീക്കം. റെയിൽവേ അധികൃതർ ഇക്കാര്യം സൂചിപ്പിച്ചതായി ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും രാഷ്ട്രീയ കക്ഷി നേതാക്കളും പറഞ്ഞു. കോവിഡിന് മുമ്പ് 10 ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് ഉണ്ടായിരുന്ന സ്റ്റേഷനായിരുന്നു മുക്കാളി. മാഹിയോട് ചേർന്ന സ്ഥലത്തെ ജില്ലയിലെ ഏറ്റവും വടക്കേ അറ്റത്തെ സ്റ്റേഷൻ കൂടിയാണ്. ഇപ്പോൾ 4 ട്രെയിനുകൾക്ക് മാത്രമാണ് ഇവിടെ സ്റ്റോപ്പ് ഉള്ളത്. പ്രാധാന്യമില്ലാത്ത സമയങ്ങളിലാണ് ഈ ട്രെയിനുകൾ. ഇതാണ് കളക്ഷൻ കുറയാൻ കാരണമെന്നും കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കണമെന്ന ആവശ്യത്തിനിടയിലാണ് സ്റ്റേഷൻ തന്നെ നിർത്തലാക്കുന്നത്. 10ഓളം ട്രെയിനുകൾ നിർത്തിയിരുന്ന ഈ മുക്കാളി റെയിൽവേ സ്റ്റേഷനിൽ കോവിഡിന് ശേഷം വെറും 2 വണ്ടികൾ മാത്രം നിർത്തുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോഴിക്കോടേക്കും അതേപോലെ തന്നെ കോയമ്പത്തൂരിലേക്കും പോകുന്ന നിരവധി രോഗികളും വിദ്യാർത്ഥികളും അതേപോലെ തന്നെ ഗവൺമെന്റ് ജീവനക്കാർ ഉൾപ്പെടെയുള്ള തൊഴിലാളികളും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു സഞ്ചാര സ്വാതന്ത്ര്യമാണ് ഇവിടെ നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. 120 വർഷം പഴക്കമുള്ളതാണ് ഈ സ്റ്റേഷൻ. 100 കണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന സ്റ്റേഷനാണിത്. റെയിൽവേ നടപടിക്കെതിരെ നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. പ്രക്ഷോഭ പരിപാടികൾക്ക് തുടക്കം കുറിക്കാനാണ് തീരുമാനം. ന്യൂസ് 18 കോഴിക്കോട്. പണമെടുക്കാൻ ATM എന്നതുപോലെ പാൽ വാങ്ങാനും ഇനി ATM. ഏത് സമയവും പാൽ ലഭ്യമാകുന്ന ATM അഥവാ മിൽക്ക് വെൻഡിംഗ് മെഷീൻ മൂന്നാറിൽ പ്രവർത്തനം ആരംഭിച്ചു. ജില്ലയിൽ ആദ്യത്തെ മിൽക്ക് ATM ആണ് ഇത്. മൂന്നാർ ലക്ഷ്മി ക്ഷീര കർഷക സംഘത്തിന്റെ നേതൃത്വത്തിലാണ് മൂന്നാറിൽ ഓട്ടോമാറ്റിക് മിൽക്ക് വെൻഡിംഗ് മെഷീൻ പ്രവർത്തനം ആരംഭിക്കുന്നത്. ജില്ലാ ക്ഷീര കർഷക സംഗമത്തോടനുബന്ധിച്ച് മന്ത്രി ജെ ചിഞ്ചുറാണി ATMന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിക്കും. സാധാരണക്കാരനും വളരെ എളുപ്പം ഉപയോഗിക്കാവുന്ന ലളിതമായ രൂപകൽപ്പനയാണ് മിൽക്ക് വെൻഡിംഗ് മെഷീൻ ഉള്ളത്. ATMകളിൽ നിന്ന് പാൽ പാത്രങ്ങളിൽ ശേഖരിക്കേണ്ടതിനാൽ സാധാരണ പ്ലാസ്റ്റിക് കവർ എന്ന വിപത്തിനെ ഒഴിവാക്കാനാകുമെന്ന നേട്ടവുമുണ്ട്. കേരളത്തിലെ இடுக்கி ஜில்லாவில் முதலாக லட்சுமி பால் சொசைட்டி முகாந்திரமாக பொதுமக்களுடைய சௌகரியத்திற்காக வேண்டி இதை நாங்கள் ஏற்பாடு செய்து மூணார் பகுதியில் பஞ்சாயத்தினுடைய அனுமதியோடு கூடி கிடைச்ச இடத்துல
கார் ஸ்டாண்டில் நாங்கள் அந்த மில்க் ஏடிஎம்மை நாங்கள் வைத்திருக்கிறோம். இந்த மில்க் ஏடிஎம்மில் நீங்கள் தேவை உள்ள போகும்போது 10 ரூபா, 20 ரூபா, 50 ரூபா, 100 ரூபா என்று நாங்கள் அங்கே ஃபிட் பண்ணியிருக்கோம். மற்ற ஏடிஎம்களை மாதிரி நீங்கள் அந்த 10 ரூபாய் அங்கே போட்டீங்கன்னு சொன்னால் அந்த 10 ரூபாய்க்குள்ள பால் உங்களுக்கு நேராக ஃப்ரெஷ்ஷாக நீங்கள் எடுத்துக்கிடலாம். பாத்திரம் கொண்டு போய் அந்த பாத்திரத்துக்குள்ளே எடுத்துக்கலாம். மற்ற பாலுகளுக்காக நீங்கள் வெயிட் பண்ண வேண்டிய அவசியம் ഇല്ല. വയനാട്, കോട്ടയം ജില്ലകളിൽ മിൽക്ക് ATM നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. സുൽത്താൻ ബത്തേരി ക്ഷീരോത്പാദക സഹകരണ സംഘമാണ് സംസ്ഥാനത്ത് ആദ്യമായി മിൽക്ക് ATMന് തുടക്കം കുറിച്ചത്. പണം ഉപയോഗിച്ച് ആവശ്യാനുസരണം പാൽ ശേഖരിക്കാവുന്ന സംവിധാനമാണ് നിലവിലുള്ളത്. ഭാവിയിൽ ക്ഷീരസംഘത്തിൽ നിന്ന് ലഭ്യമാകുന്ന സ്മാർട്ട് കാർഡ് ഉപയോഗിച്ചോ QR കോഡ് സ്കാൻ ചെയ്തോ പാൽ ശേഖരിക്കാവുന്ന സംവിധാനവും ഒരുക്കും. സംഭരണിയിൽ പാൽ തീരുന്ന മുറയ്ക്ക് ലക്ഷ്മി ക്ഷീരസംഘത്തിലുള്ള അലാം അടിക്കും. തുടർന്ന് സംഘത്തിൽ നിന്ന് ആളെത്തി പാൽ ഇതിൽ നിറയ്ക്കും. കാഴ്ചയിൽ ബാങ്ക് ATM കൗണ്ടർ പോലെ തന്നെയായിരിക്കും. 10, 20, 50, 100, 200 തുടങ്ങിയ നോട്ടുകൾ ഉപയോഗിച്ച് പാൽ വാങ്ങാം. നൽകുന്ന നോട്ടിന്റെ മൂല്യത്തിനനുസരിച്ച് പുറത്തേക്ക് വരുന്ന പാൽ ഉപഭോക്താക്കൾ കൊണ്ടുവരുന്ന പാത്രത്തിൽ ശേഖരിക്കാം. 200 ലിറ്റർ സംഭരണശേഷിയുള്ള മെഷീൻ ഡൽഹി ആസ്ഥാനമായുള്ള കമ്പനിയാണ് നിർമ്മിച്ചത്. 4 ലക്ഷത്തിലേറെ രൂപയാണ് നിർമ്മാണ ചിലവ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മെഷീൻ മൂന്നാറിന്റെ ഹൃദയഭാഗത്ത് സ്ഥാപിക്കും. പാൽ കേടുകൂടാതെ ഇരിക്കാൻ മെഷീനുള്ളിൽ കൂളർ സംവിധാനവുമുണ്ട്. ഇതിനു പുറമെ പണം ശേഖരിക്കുന്ന കറൻസി ഡിറ്റക്ടർ, കംപ്രസർ, ക്ലീനിംഗ് സംവിധാനം എന്നിവയും ഇതിനുള്ളിലുണ്ട്. ന്യൂസ് 18 ഇടുക്കി. ജേർണലിസ്റ്റ് മീഡിയ ക്ലബ് പുരസ്കാരം ന്യൂസ് 18. ന്യൂസ് 18 ക്യാമറാമാൻ ഷിജു ചവറയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. ജേർണലിസ്റ്റ് മീഡിയ ക്ലബ് വാർഷികമായ 28-ന് തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. മന്ത്രി ജെ ചിഞ്ചുറാണിയാണ് കേസരി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം വിതരണം ചെയ്യുക. കൊൽക്കത്തയിൽ PG ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ ഡോക്ടർമാരുടെ പ്രതിഷേധം തുടരുകയാണ്. ഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ OP ബഹിഷ്കരിച്ചാണ് സമരം. മഹാരാഷ്ട്ര ഡോക്ടേഴ്സ് അസോസിയേഷനും പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേസന്വേഷണം 7 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രശസ്ത സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ 9 കഥകളെ ആസ്പദമാക്കി ഒരുങ്ങുന്ന ആന്തോളജി സീരീസ് മനോരഥങ്ങളുടെ റിലീസ് ട്രെയിലർ പുറത്തിറങ്ങി. മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് ഫാസിൽ, ആസിഫ് അലി, ബിജു മേനോൻ, ഇന്ദ്രജിത് സുകുമാരൻ, പാർവതി തിരുവോത്ത്, സുരഭി ലക്ഷ്മി, ആൻ അഗസ്റ്റിൻ തുടങ്ങിയവർ അണിനിരക്കുന്ന ആന്തോളജി സീരീസ് പ്രഖ്യാപനം മുതലേ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. ചിത്രം ഈ മാസം 15-ന് റിലീസ് ചെയ്യും. MT വാസുദേവൻ നായരുടെ സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചത് ഭാഗ്യമായി കാണുന്നുവെന്ന് നടി പാർവതി തിരുവോത്ത് പറഞ്ഞു. ഒബ്വിയസ്ലി അഭിനയിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഉണ്ടാകുന്ന സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. പക്ഷെ സത്യമായിട്ടും 9 ദിവസം ഞാനും ഇനിഷ്യലി നമ്മുടെ സിനിമാറ്റോഗ്രാഫറും ഇപ്പോഴും സംസാരിക്കുന്ന കാര്യം. ഇപ്പം ഏകദേശം 3 വർഷമായി നമ്മൾ ഈ ഫിലിം ഷൂട്ട് ചെയ്തിട്ട്. കാഴ്ച നമ്മൾ ഷൂട്ട് ചെയ്ത 9 ദിവസത്തിലാണ്. ഈ 9 ദിവസങ്ങളിൽ നമ്മൾ ഫോൺ എടുത്ത് നോക്കിയിട്ടില്ല. ഓൺ സെറ്റ് നമ്മളൊന്ന് ഫോണിലേക്ക് ഇരുന്ന് നോക്കുക, ഇൻസ്റ്റാഗ്രാം ഒന്നും ജസ്റ്റ് ആ ഒരു ലോകത്ത് തന്നെയായിരുന്നു. അതിൽ തന്നെ നിലനിൽക്കാനുള്ള ശ്രമങ്ങളായിരുന്നു. കൂടെ അഭിനയിച്ചിട്ടുള്ള ഹരീഷ് സാറാണെങ്കിലും നരനും ഇവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കോൺസ്റ്റന്റ്ലി ആ സീനിനെ പറ്റി സംസാരിച്ച് ആ ഒരു എൻജോയ്മെന്റിലായിരുന്നു. പിന്നെ ഷാംസനാണ് ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഷാംസന് പിന്നെ എല്ലാത്തിനും നമുക്ക് ഉത്തരം കണ്ടെത്താനും ചോദ്യങ്ങൾ ചോദിക്കേണ്ട പോലും ആവശ്യമില്ല. നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അത് ഉത്തരം പറഞ്ഞു തന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ സിനിമയിൽ പാട്ട് അല്ലെങ്കിൽ മ്യൂസിക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റാണ്. സുധക്കുട്ടിക്ക് അത് ഒരു പാട്ടിനോട് സംഗീതത്തിനോടുള്ള ഇൻക്ലിനേഷൻ ഉണ്ട്. അപ്പം ആ പാട്ടുകൾ എനിക്കൊരു വലിയൊരു സഹായമായിരുന്നു. മ്യൂസിക്കലി ഒരു മോർണിംഗ് വൈബ്സിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. എന്തായാലും എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.